നല്ല പുണ്യാളനും മണവാളനുമായി ഇസ്രായേൽ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഇല്ല, അത് ഞങ്ങൾക്ക് മാറിയിട്ടില്ല. ഫലസ്തീൻ, ഹമാസ് ഒക്ടോബർ 7 സകലമറയും പൊളിച്ചു, ഇസ്രായേലിന്റെ സകലമറയും പൊളിച്ചു. എന്നിട്ട് അതിനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ ക്രൂരതയുടെ, അതിന്റെ കാപട്യങ്ങളുടെ, അതിന്റെ നയമില്ലായ്മയുടെ, അതിന്റെ അനാശാസ്യ അന്യായ പ്രവർത്തനങ്ങളുടെ ഇസ്രായേലിനെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഹമാസ് ചുരുട്ടിക്കൂട്ടി കിട്ടും. യെരൂശലം, മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസ്, ഫലസ്തീൻ, നിങ്ങൾ ആര് പുസ്തകം അടച്ചു വെച്ചാലും ശരി, ഹമാസ് നിർത്തി. ഒക്ടോബർ 7 അന്ന് തോറ്റിട്ടുണ്ട് ഇസ്രായേൽ. അന്ന് തോറ്റ മുതൽ ഈ നിമിഷം വരെ ഇസ്രായേൽ തോറ്റു നിൽക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അപകടകാരിയായ ഈ സംഘത്തെ, ഈ വിഭാഗത്തെ, ഈ ചെറിയ സംഘം ഹമാസ്, അതിന്റെ കാരണം നേരത്തെ പറഞ്ഞ്, ഓൽക്ക് അല്ലുണ്ട്, ഓൽക്ക് ഖുർആനുണ്ട്, ഓൽക്ക് പ്രവാചകന്മാരുണ്ട്, ജീവിതത്തിൽ വിശുദ്ധിയുണ്ട്, മൂല്യങ്ങളുണ്ട്, കരാർ പാലനമുണ്ട്, തഖ്വയുണ്ട്, ഇഹ്സാനുണ്ട്, ബിർറുണ്ട്, ജിഹാദുണ്ട്. എങ്ങനെയാണ് ത്യാഗമെന്നുള്ളതും ത്യാഗത്തിന്റെ ആവിഷ്കാരങ്ങളും അവതരണങ്ങളും എങ്ങനെയാണെന്നും അതിനെ അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെയാണെന്നും ചെറിയ പിഞ്ചുകുട്ടികൾക്ക് പോലും ഗർഭം ധരിക്കുന്ന കുട്ടിയുടെ ഉമ്മയുടെ കയ്യിൽ ഖുർആൻ കൊടുത്ത് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അങ്ങനെ തുടങ്ങിയിട്ട് ഞങ്ങൾ അവസാന നിമിഷം വരെ. ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളേ ഉള്ളൂ നല്ലൊരു ശതമാനവും. അതിൻ്റെ കാരണം ഇന്നത്തെ ലോകക്രമം തന്നെയാണ്. അത് നിയന്ത്രിക്കുന്നത് ഇബ്ലീസാണ്, ശൈത്താനാണ്, താഗൂത്താണ്. പ്രവാചകന്മാരല്ല, വേദഗ്രന്ഥങ്ങളല്ല, അതുപോലെ തന്നെ ദൈവിക സംവിധാനങ്ങളല്ല. രാമനും മുഹമ്മദിനും ജീസസിനും മോസസിനും ഒന്നും അതിലൊരു പങ്കുമില്ല. മനുഷ്യത്വമുള്ള ഒരു നിലപാടുമുള്ളവരല്ല ഇന്ന് ലോകത്തിലെ 95% ഭരണകൂടങ്ങളും അധികാര കേന്ദ്രങ്ങളും ഉദ്യോഗസ്ഥന്മാരും വാർത്താ മീഡിയ സംവിധാനങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നവർ. അതുകൊണ്ട് തന്നെ ലോകത്തുടനീളം പ്രശ്നങ്ങളാണ്. ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്ന അമേരിക്കൻ, യൂറോപ്യൻ സമൂഹങ്ങൾ മുതൽ നമ്മൾ പറയുന്ന ഇപ്പോൾ സമഗ്രാധിപത്യത്തിൻ്റെ, സ്വച്ഛാധിപത്യത്തിൻ്റെ, ഏകാധിപത്യത്തിൻ്റെ അതികരുത്തുള്ള ചുവടുവെപ്പുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ സംഘപരിവാർ അടക്കമുള്ള സംവിധാനങ്ങളെ അടക്കം നമ്മൾ പരിശോധിക്കുമ്പോൾ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കും മനുഷ്യ സമൂഹത്തിന് മൊത്തത്തിലും വലിയ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിത് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ള കാരണം, എല്ലാം പ്രതീക്ഷകൾക്കപ്പുറത്താണ്, ഇനി മറുകരയില്ല, എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയല്ല. പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളുള്ളിടത്താണ് മുഹമ്മദ് നബിക്ക് പ്രാധാന്യമുള്ളത്. പ്രശ്നങ്ങളുള്ളിടത്താണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രാധാന്യങ്ങളുള്ളത്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും ഉള്ളിടത്താണ് ഇബ്രാഹിം പ്രവാചകനും മൂസാ പ്രവാചകനും ദാവീദ് പ്രവാചകനും സുലൈമാൻ പ്രവാചകനും ഒക്കെ സ്ഥാനമുള്ളത്. നമ്മളിപ്പോൾ പറയുന്ന ഇവിടുത്തെ രാമൻ, കൃഷ്ണൻ, സംഘപരിവാറിൻ്റെ രാമൻ ഡ്യൂപ്ലിക്കേറ്റാണ്. ദജ്ജാൽ രാമനാണ്. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നാണ് അർത്ഥം. സംഘപരിവാർ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് രാമനുണ്ട്. ആ രാമനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. രാമനെയും കൃഷ്ണനെയും ബുദ്ധനെയും ജൈനനെയും വാൽമീകിയെയും അതുപോലെ തന്നെ വ്യാസനെയും ഋഷിമാരെയും മുനിമാരെയും ഒക്കെ പഠിക്കുമ്പോൾ എന്തൊക്കെയോ നന്മകളുടെ തുരുത്തുകൾ, വളരെ ഉജ്ജ്വലമായ ചില നിലപാടുകൾ നമുക്ക് കാണാൻ കഴിയും. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ട് ഇവിടുത്തെ തിന്മകൾക്കെതിരെ, പള്ളികൾക്കെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും അല്ലാതെ അശ്ലീലതകൾക്കെതിരെ, പലിശ കച്ചവടത്തിനെതിരെ, കള്ളക്കച്ചവടത്തിനെതിരെ, കൈക്കൂലിക്കെതിരെ, കൊള്ളരുതായ്മകൾക്കെതിരെ, ചൂഷണങ്ങൾക്കെതിരെ, ഭരണകൂട ഭീകരതകൾക്കെതിരെ ഒരു ജയ് ശ്രീറാം, അല്ലാഹു അക്ബറുല്ല. ജയ് ശ്രീറാം മാത്രമല്ല, അല്ലാഹു അക്ബറും വിളിക്കുന്ന കാലമല്ല ഇത്. അമ്പലത്തിലും പള്ളിയിലുമൊക്കെ അധികാരത്തിൻ്റെ തുരുത്തുകളിലേക്ക് അതിവേഗത്തിൽ സഞ്ചരിക്കുന്നതിനും ജനങ്ങളെ വിഡ്ഢീകരിക്കുന്നതിനും വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങളായി ജയ് ശ്രീറാമും അല്ലാഹു അക്ബറും ലോകാസമസ്ത സുഖിനോ ഭവന്തും അസ്സലാമു അലൈക്കും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ഇങ്ങനത്തെ ഒരു കാലത്ത് ഈ മഹാപ്രവാചകന്മാർ പ്രതിനിധീകരിച്ച രാമനും കൃഷ്ണനും ബുദ്ധനും ജൈനനും അബ്രഹാമും ഇബ്രാഹിമും മൂസയും ഈസയും മുഹമ്മദ് മുസ്തഫ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള മഹാപ്രവാചകന്മാർ ഇരുട്ട് നിറഞ്ഞ കാലത്ത്, അക്രമങ്ങൾ നിറഞ്ഞ കാലത്ത്, അനീതികൾ നിറഞ്ഞ കാലത്ത്, അനാശാസ്യതകളും അതിക്രമങ്ങളും അന്യായങ്ങളും നിലനിന്ന കാലത്താണ് ചരിത്രത്തെ ഉഴുതുമറിക്കാനും അതിനെ പരിവർത്തിപ്പിക്കാനും അതിൻ്റെ മുകളിൽ വെളിച്ചത്തിൻ്റെ പ്രതിഭ ചൊരിഞ്ഞുകൊണ്ട് അസാമാന്യമായ ത്യാഗത്തിൻ്റെയും പോരാട്ടങ്ങളുടെയും വിമോചനത്തിൻ്റെയും വിപ്ലവത്തിനെയും തിരികൊളുത്തിക്കൊണ്ട് മഹാപ്രവാചകന്മാർ രംഗത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് നിരാശയുടെ കാലമല്ല,
പ്രവാചകന്മാരുടെയും വേദഗ്രന്ഥങ്ങളുടെയും ദൈവികമായ സന്ദേശങ്ങളുടെയും ആഴങ്ങളിലേക്കും അകത്തളങ്ങളിലേക്കും ശക്തമായി കടന്നു കയറി ചെന്നുകൊണ്ട് നമ്രൂദുമാരെ തടയാൻ, ഫറോവമാരെ തടയാൻ, കംസനെയും രാവണനെയും ഒക്കെ തടയാൻ, ഗോഡ്സയെയും ഹിറ്റ്ലറെയും മുസോളിനിയെയും ഗോൾവാൾക്കറെയും ഹെഡ്ഗവറെയും ഒക്കെ തടയാൻ കഴിയുന്ന കൃഷ്ണനെയും രാമനെയും മുഹമ്മദിനെയും ജീസസിനെയും ഒക്കെ പുനർവായന നിർവഹിച്ചുകൊണ്ട് ചരിത്രത്തിലെ ദൗത്യങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ള വലിയ അഭിമാനകരമായ ജീവിതത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളിലേക്ക് വ്യക്തികളെയും സമൂഹങ്ങളെയും കൈപിടിച്ചുയർത്തുന്ന മഹത്തരമായ ദൗത്യങ്ങളിലേക്ക് വളരുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ എനിക്കും നിങ്ങൾക്കും നിർവഹിക്കാനുള്ളത്. ഞാൻ പറഞ്ഞതിലേക്ക് തിരിച്ചു പോകുന്നു. ലോകത്ത് കുഴപ്പങ്ങളാണ് ഉള്ളത്. ഒരു വീട്ടിലെ കുട്ടിക്കടക്കം നിങ്ങളെടുത്ത് പരിശോധിച്ചോ. നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു വീട്ടിൽ സമാധാനം വേണ്ടേ? മക്കൾ വലുതാവുമ്പോൾ നമുക്ക് പേടി തുടങ്ങുകയാണ്. എല്ലാവർക്കും, ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസിനും BJP-ക്കും ഒക്കെ കുട്ടികൾക്ക് അച്ഛനെയും അമ്മനെയും വാപ്പാനെയും അമ്മനെയും ഒന്നും കണ്ടുകൂടാ. ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും. നിൽക്കടാ അവിടെ എന്ന് പറഞ്ഞാൽ അവനക്ക് ഇരുന്ന് എണീച്ചിട്ട് ഓടും. പോകല്ലടാന്ന് പറഞ്ഞാൽ ഞാൻ പോയേ അടങ്ങുള്ളൂ എന്ന് പറയും. കിടക്കടാന്ന് പറഞ്ഞാൽ നടക്കും, നടക്കടാന്ന് പറഞ്ഞാൽ കിടക്കും. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. ഇങ്ങനെ ഒരു തലമുറ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുമ്പിൽ. മക്കളോട് സ്നേഹമില്ലാത്ത മാതാപിതാക്കൾ, മാതാപിതാക്കളോട് കടപ്പാടില്ലാത്ത മക്കൾ, ബന്ധങ്ങളിൽ ഇടയെടുപ്പമില്ല, ഇണക്കത്തിൻ്റെയും തുണ എന്നൊക്കെ പറയുന്ന വിശുദ്ധിയുടെയും മൂല്യങ്ങളിലേക്ക് സഞ്ചരിക്കാത്ത ഇണകളുടെ ബന്ധങ്ങൾ, ഭാര്യഭർത്തൃ ബന്ധങ്ങൾ, തകരുന്ന അയൽപക്ക ബന്ധങ്ങൾ, രക്തബന്ധങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ, ഇത് അന്താരാഷ്ട്ര തലം മുതൽ നമ്മുടെ വീടുകളിലേക്കടക്കം ഇറക്കി വന്നാൽ ഞാനിതൊക്കെ പറയുന്നത് എന്താണ് ഇതിൻ്റെ കാരണം? അള്ളാഹുവിലല്ല വ്യക്തി കേന്ദ്രീകരിക്കുന്നത്, കുടുംബം കേന്ദ്രീകരിക്കുന്നത്, കുടുംബത്തിനെ സൃഷ്ടിക്കുന്ന സംവിധാനങ്ങൾ കേന്ദ്രീകരിക്കുന്നത്, അതിനെ നിയന്ത്രിക്കുന്ന ഭരണകൂടങ്ങൾ കേന്ദ്രീകരിക്കുന്നത്, ഭരണകൂടത്തിന് നിയമങ്ങളും നിർമ്മാണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ആഗോള വേദികൾ കേന്ദ്രീകരിക്കുന്നത് അള്ളാഹുവിലല്ല, ദൈവത്തിലല്ല, ഈശ്വരനിലല്ല, ഭഗവാനിലല്ല, പ്രവാചകന്മാരുടെ സിദ്ധാന്തങ്ങളിലല്ല, ഖുർആനിലും ബൈബിളിലും അല്ലെങ്കിൽ ഇനി രാമായണെങ്കിലും എടുത്തിട്ട് അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ വായിച്ച് അതിൻ്റെ കാലഘട്ടത്തിൽ ഒരു വായന നിർവഹിച്ചുകൊണ്ട് നിലപാടുകൾ സ്വീകരിക്കുകയാണെങ്കിൽ ഇതൊന്നുമില്ല. വേദങ്ങളും പ്രവാചകന്മാരൊന്നുമില്ല. അതിൻ്റെയും അപ്പുറത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ കാലാകാലവും ജീവിക്കുന്ന അത്ഭുതകരമായ ദൈവമനുഷ്യനാണ് എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അടിപൊളിയുടെ, ആർഭാടത്തിൻ്റെ, ആഘോഷങ്ങളുടെ, തിമിർപ്പിൻ്റെ, അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങുന്ന മനുഷ്യനെന്ന് പറയുന്നത് ആരോടും ബാധ്യതകളില്ലാത്ത, എവിടെയും ചോദ്യം ചെയ്യപ്പെടാത്ത, ആരുടെ മുമ്പിലും മറുപടി പറയേണ്ടതില്ലാത്ത, താന്തൂന്നിയും തന്നിഷ്ടക്കാരനും തമ്മാടിയുമായി ഭരണകൂട മേധാവികൾ മുതൽ ഒരു വീട്ടിലെ കൊച്ചുപയ്യനടക്കം ജീവിച്ചാൽ ആരുടെ മുമ്പിലും മറുപടി പറയേണ്ടതില്ല. മരണാനന്തര ജീവിതത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പ്ലാറ്റോയുടെ റിപ്പബ്ലിക് മുതൽ അവസാനത്തെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അടക്കം ജീവിച്ചിരിക്കുന്ന മനുഷ്യനോട് ഏറ്റവും തീഷ്ണമായ, ഭീകരമായ, ഗുരുതരമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുള്ളത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ്. ഇന്ന് ലോകത്തിനെ നിയന്ത്രിക്കുന്ന ഭരണകൂടങ്ങൾക്ക് മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് പ്രത്യേകമായ അടിസ്ഥാനങ്ങളല്ല. അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടല്ല നമ്മുടെ പാർലമെന്റുകൾ വർക്ക് ചെയ്യുന്നത്, യുണൈറ്റഡ് നേഷൻ വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ബാങ്കുകൾ വർക്ക് ചെയ്യുന്നത്, നമ്മുടെ സൈന്യം വർക്ക് ചെയ്യുന്നത്, നമ്മുടെ പോലീസ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ഇന്റലിജൻസ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ മീഡിയ വർക്ക് ചെയ്യുന്നത്, നമ്മുടെ സിനിമയും കലയും സാഹിത്യവും സാംസ്കാരിക പ്രവർത്തകരും ബുദ്ധിജീവികളും മുതൽ നമ്മുടെ കൊച്ചു വീട്ടിലെ കുട്ടിയും ആ കുട്ടിയുടെ വാപ്പയും ആ വാപ്പയുടെ ഇണയും രക്തബന്ധുക്കളുമൊന്നും പെരുമാറുന്നത് വരാനിരിക്കുന്ന മരണാനന്തര ജീവിതത്തിൽ അള്ളാഹുവിന്റെ മുമ്പിലേക്ക്, ദൈവത്തിന്റെ മുമ്പിലേക്ക് തിരിച്ചു ചെന്ന് തനിക്ക് നൽകപ്പെട്ടിട്ടുള്ള ഓരോ നിമിഷത്തിനും, ഓരോ സെക്കൻഡിനും, ശരീരത്തിലെ ഓരോ DNA-ക്കും ഓരോ സെല്ലിനും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് മുഴുവൻ നരേന്ദ്രമോദി മുതൽ, ബൈഡൻ മുതൽ, ബെഞ്ചമിൻ നെതന്യാഹു മുതൽ, അദാനിയും അംബാനിയും മമ്മൂട്ടിയും മോഹൻലാലും പിണറായിയും മുതൽ നമ്മുടെ വീട്ടിലെ തങ്ങളും മുസ്ലിയാരും ഉസ്താദും സോമിയും അച്ഛനും വത്തിക്കാനിലെ പോപ്പും ബിൽഗേറ്റ്സും അംബാനിയും ഒക്കെ മറുപടി പറയേണ്ടി വരുമെന്നുള്ള വലിയൊരൊക്കെ വിടുക. നമ്മൾ വ്യക്തികളടക്കം ഈ കുറ്റിച്ചിറയിൽ താമസിക്കുന്ന എല്ലാ വീട്ടിലെയും ഒരു വ്യക്തിയടക്കം നാളെ ദൈവത്തിന്റെ മുമ്പിൽ മറുപടി പറയണം. ഞാൻ പറയുന്നത് നമ്മുടെ വ്യവസ്ഥയുടെ തകരാറുകളിൽ നിന്നാണ് അപകടകരമായ ഒരു ലോകം നമ്മുടെ മുമ്പിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ആരാണ് ഇതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളിപ്പോൾ ഫലസ്തീനെ കുറിച്ച് പറയുകയാണ്. ഫലസ്തീനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ഏറ്റവും സൂറത്ത് ബനി ഇസ്രായേൽ, ഇസ്രാ എന്ന പേരും ബനി ഇസ്രായേൽ എന്ന പേരിലുള്ള അധ്യായമുണ്ട്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറകനാ ഹൗലഹു. അല്ലാഹു അനുഗ്രഹങ്ങളുടെ ഉടയവനാണ്, പരിശുദ്ധനാണ്.
എന്തുകൊണ്ട്? മുഹമ്മദ് നബിയെ, തന്റെ പ്രിയപ്പെട്ട ദാസനെ, അള്ളാഹുവിന്റെ അടിമയെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരൊറ്റ രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയിട്ടുള്ള, എന്നിട്ട് ലലിയഹു മിൻ ആയാതിന, ധാരാളം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ആ പ്രവാചകനെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയിട്ടുള്ള അള്ളാഹു എത്രമാത്രം അനുഗ്രഹങ്ങളുടെ ഉടയവനാണ്. നമ്മൾ മനസ്സിലാക്കുന്നു, ആ മസ്ജിദുൽ ഹറാം, ആ മസ്ജിദുൽ അഖ്സ, ഇത് രണ്ട് പ്രതീകങ്ങളാണ്. മസ്ജിദുൽ ഹറാം, അറബിയിലെ പേര് എങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഹറാമായ പള്ളി, നിഷിദ്ധമായ പള്ളി, വിശുദ്ധമായ പള്ളി. അറബിയിൽ ചില പദപ്രയോഗങ്ങളുണ്ട്. ഹറാം എന്ന് പറഞ്ഞാൽ നിഷിദ്ധം എന്നാണ് അർത്ഥം, അതുപോലെ തന്നെ വിശുദ്ധം എന്നാണ് അർത്ഥം. കള്ള ഹറാമാണ്, കള്ള് വിശുദ്ധമാണെന്നല്ല, കള്ള് നിഷിദ്ധമാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പലിശ ഹറാമാണ്, അതുകൊണ്ട് പലിശ നിഷിദ്ധമാണ്, വിശുദ്ധമാണ് എന്നല്ല അതിന്റെ അർത്ഥം. അങ്ങനെ ഹറാമുകളെ നിഷിദ്ധങ്ങളെ ഒരു ഭാഗത്ത് സൂചിപ്പിക്കുന്നു ഹറാം എന്നുള്ള പദം, മറുഭാഗത്ത് അതുപോലെ തന്നെ പവിത്രമായത്, വിശുദ്ധമായത്, അതുപോലെ തന്നെ ഹുർമത്തുള്ളത് എന്ന് നമ്മൾ പറയുന്നു. ഹറാമിനെ സംബന്ധിച്ച് മസ്ജിദുൽ ഹറാം എന്നാണ് വിശുദ്ധ ഖുർആൻ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയം എന്നും ഖുർആൻ വല്ലാതെ പറഞ്ഞിട്ടില്ല. മസ്ജിദ് എന്നാണ് ഒരു പേര്. അതൊക്കെ ആശയങ്ങളിലേക്ക് ഇറങ്ങി നമ്മൾ പരിശോധിക്കണം. ആരാധനകളുടെ, ആഘോഷങ്ങളുടെ, അനുഷ്ഠാനങ്ങളുടെ, അതുപോലെ തന്നെ ഉത്സവങ്ങളുടെ പ്രതീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പേരെല്ലാം മസ്ജിദ്. മസ്ജിദ് എന്ന് പറഞ്ഞാൽ സാഷ്ടാംഗം കുനിയുന്നവൻ എന്നാണ്, വഴങ്ങിക്കൊടുത്തവൻ. എല്ലാ ശരീരത്തിന്റെ അടിമുതൽ മുടി വരെ ദൈവത്തിന് സമർപ്പിച്ചവൻ, പെരുവിരല് മുതൽ നെറ്റിത്തടം വരെ അതിന്റെ ഇടയിൽ ഒരു ഭാഗവും ദൈവത്തിനല്ലാതെ വിട്ടുകൊടുക്കില്ല, അള്ളാഹുവിന് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ശരീരം ഇങ്ങനെ സമർപ്പിച്ചിരിക്കുന്നു എന്നാണോ പറഞ്ഞതിന്റെ അർത്ഥം? ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ അവർ സുജൂദ് ചെയ്യില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇതിങ്ങനെ ചെയ്യുന്ന സുജൂദിനെ കുറിച്ചല്ല. ആ സുജൂദ് ഒരു പ്രതീകാത്മകമായ സുജൂദാണ്. അള്ളാഹുവിന്റെ നിയമം, അള്ളാഹുവിന്റെ വ്യവസ്ഥ, അള്ളാഹുവിന്റെ ക്രമം, അവന്റെ രാഷ്ട്രീയ ക്രമം, അവന്റെ മതക്രമം, അവന്റെ സാമ്പത്തിക ക്രമം, അവന്റെ സാംസ്കാരിക ക്രമം, അവന്റെ കുടുംബജീവിതം, അവന്റെ ബിസിനസ്, അവന്റെ സംസ്കാരം, അവന്റെ കല, അവന്റെ സാഹിത്യം, എല്ലാറ്റിലും സുജൂദ് അള്ളാഹുവിന് കൊടുക്കും. അല്ലാതെ അമ്പലത്തിലും പള്ളിയിലും ചർച്ചിലും നടക്കുന്ന ആരാധനാനുഷ്ഠാനങ്ങളുടെ കേവല സ്വഭാവത്തിലുള്ള പ്രവർത്തനമല്ല സുജൂദ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. അങ്ങനെ അള്ളാഹുവിന് മുഴുവനായി തന്നെ സമർപ്പിക്കുന്നതിന്റെ പ്രതീകാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥലം എന്നാണ് മസ്ജിദ് എന്നുള്ള പദത്തിന്റെ അർത്ഥം. പക്ഷെ ഖുർആൻ അതിനാദ്യം കൊടുത്തിട്ടുള്ള പേര് ഇന്ന അവ്വല ബൈത്തിൻ, ഇത് വീടാകുന്നു. വീടെന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളവും അതിന്റെ വീടെന്ന് പറയുന്നത് സുരക്ഷിതത്വത്തിന്റെ, സംരക്ഷണത്തിന്റെ, സമാധാനത്തിന്റെ, സ്വസ്ഥതയുടെ, ആ സുഭിക്ഷതയുടെ, ആത്മാഭിമാനത്തിന്റെ സങ്കേതമാണ് ഒരാളുടെ വീടെന്ന് പറയുന്നത്. കാരണം എന്റെ അപ്പുറത്ത് കിടക്കുന്നത് നരേന്ദ്രമോദി അല്ലാത്തത് കൊണ്ട് ഞാൻ ഭയപ്പെടേണ്ടതില്ല, എന്റെ ഇങ്ങേപ്പുറത്ത് അമിത് ഷാ അല്ലാത്തത് കൊണ്ട് എനിക്ക് പേടിക്കേണ്ടതില്ല. എന്റെ ഇണയാണ് കിടക്കുന്നത്, അതിനപ്പുറത്ത് എന്റെ മക്കളാണ് കിടക്കുന്നത്, അതിനപ്പുറത്ത് എന്റെ മാതാപിതാക്കളാണ് കിടക്കുന്നത്, അതിനപ്പുറത്ത് എന്റെ രക്തബന്ധുക്കളാണുള്ളത്, അതിൻ്റെ അപ്പുറത്ത് എന്റെ അയൽപക്കങ്ങളാണുള്ളത്. എനിക്ക് ഏറ്റവും സുരക്ഷിതമായി കടന്നുകൂടാൻ കഴിയുന്ന, താമസിക്കാൻ കഴിയുന്ന സ്ഥലമാണ് ബൈത്ത് എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദുൽ ഹറാമിനെ സംബന്ധിച്ച് സൂചിപ്പിച്ച വാക്ക് ഇന്ന അവ്വല ബൈത്തിൻ, ഇത് വീടാകുന്നു. ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും സുരക്ഷിതമായി, സമാധാനപൂർണമായി, ആത്മാഭിമാനത്തോടെ, അന്തസ്സോടെ ഒരു വീടിനെ പോലെ കഴിഞ്ഞുകൂടാൻ പറ്റുന്ന, അവിടെ പോയി താമസിക്കാനൊന്നുമില്ല പറഞ്ഞതിന്റെ അർത്ഥം. ഒരു വീട് പ്രസരിപ്പിക്കുന്ന ഊർജമുണ്ട്, ഒരു വീട് പ്രസരിപ്പിക്കുന്ന സുഭിക്ഷതയും സുരക്ഷിതത്വവും സമാധാനവും സ്വസ്ഥതയുമുണ്ട് എന്നതുപോലെ മസ്ജിദുൽ ഹറാം, ഈ വീട് എല്ലാവർക്കും ഒരു വീട് പോലെയാകണം മസ്ജിദുൽ ഹറാം. എന്നിട്ട് ഹറാമാണ്. എന്താണ് അവിടെ ഹറാമാക്കിയത്? അല്ലാഹു മനുഷ്യനെ കൊല്ലുന്നത് നിഷിദ്ധമാണ്, മനുഷ്യന്റെ രക്തം ചിന്തുന്നത് നിഷിദ്ധമാണ്, ഹറാമാണ്. മനുഷ്യനെ അപമാനിക്കുന്നത്, അഭിമാനത്തെ പിച്ചു ചീന്തുന്നത് നിഷിദ്ധമാണ്. പെണ്ണിന്റെ ചാരിത്രം കവർന്നെടുക്കുന്നത് നിഷിദ്ധമാണ്, പലിശ നിഷിദ്ധമാണ്, വംശീയത നിഷിദ്ധമാണ്, അതുപോലെ തന്നെ മാലിന്യങ്ങളും പാപങ്ങളുമൊക്കെ നിഷിദ്ധമാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യത്വത്തെയും അതിനെ നിലനിർത്തുന്ന സംവിധാനങ്ങളെയും ഒക്കെ ഹനിക്കുന്നത് നിഷിദ്ധമാക്കിയ സ്ഥലമാകുന്നു ഇത്. ഇതിന്റെ മറുപുറമാണ് മനുഷ്യൻ എന്ന് പറയുന്നത് വലഖദ് കർറംനാ ബനി ആദം, പവിത്രതയുള്ളവനാണ്, മാനിക്കപ്പെട്ടവനാണ്, ആദരിക്കപ്പെട്ടവനാണ്. അവന്റെ ജീവൻ പവിത്രമാണ്, അവന്റെ രക്തം പവിത്രമാണ്,
അവന്റെ അഭിമാനം പവിത്രമാണ്, അവന്റെ സമ്പത്ത് പവിത്രമാണ്, അവന്റെ ചാരിത്രം പവിത്രമാണ്, അവന്റെ അവകാശങ്ങൾ പവിത്രമാണ്. അത് ഹറാമാണ്. അതുകൊണ്ട് അത് ഹനിക്കുന്നത് നിഷിദ്ധമായത് കൊണ്ടും അത് പവിത്രമായത് കൊണ്ട് അത് ഹനിക്കുന്നതിനെ നിഷിദ്ധമാക്കുകയും ചെയ്ത മസ്ജിദുൽ ഹറാം, ലോകത്ത് മസ്ജിദുൽ ഹറാം അല്ലാതെ നമ്മുടെ പാർലമെന്റ് അതല്ല. പുതിയതായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട പാർലമെന്റ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ നിലപാടുകളിലേക്ക് ഈ രാജ്യത്തിനെ തുറന്നു കൊണ്ടുപോകുന്ന പാർലമെന്റായിട്ട് മാറാൻ പോവുകയാണ്. അമ്പലങ്ങളും പള്ളികളും ക്ഷേത്രങ്ങളും ഒക്കെ തന്നെയും വംശീയ, വർഗീയ, സാമുദായിക, ജാതീയ പ്രമേയങ്ങളെ സ്വീകരിച്ചുകൊണ്ട് മനുഷ്യത്വത്തെയും മാനവികതയെയും അതിന്റെ മൂല്യങ്ങളെയും ഒക്കെ വിട്ടുകളഞ്ഞ് മതങ്ങളിലേക്കും പാർട്ടികളിലേക്കും സംഘടനകളിലേക്കും സമുദായങ്ങളിലേക്കും വംശീയതകളിലേക്കും ദേശീയതകളിലേക്കും ഒക്കെ പരാഗണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ മസ്ജിദുൽ ഹറാം എല്ലാറ്റിനെയും പവിത്രമായി പ്രഖ്യാപിക്കണം. ആഫ്രിക്കക്കാരനും ലാറ്റിൻ അമേരിക്കക്കാരനും കിഴക്കനേഷ്യക്കാരനും ചൈനക്കാരനും അമേരിക്കക്കാരനും യൂറോപ്യനും മിഡിൽ ഈസ്റ്റിലുള്ളവനും ഇന്ത്യക്കാരനും ഒക്കെ മനുഷ്യരാണ്. അതുകൊണ്ട് ഒരു മനുഷ്യരുടെ അവകാശങ്ങളെയും ഹനിക്കാൻ പാടില്ല. എന്നിട്ട് ആ പള്ളിയിൽ നിന്ന് ഇന്നിപ്പോൾ ആ പള്ളി അവിടെ ഇപ്പോൾ ഹുതുബ പറയണമെങ്കിൽ ഇസ്രായേൽ എഴുതി കൊടുക്കണ ഹുതുബയായിട്ട് അവിടെ പറയാം. ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ ഇമാമുകൾ കിട്ടുന്ന സ്ഥലം എന്ന് സൗദി അറബ് ലോകമാണ്. ഇമാമ് ഇസ്രായേലാണ് അവിടുത്തെ, ദജ്ജാലാണ് അവിടുത്തെ ഇമാമ്. ആ ഇസ്രായേലിന്റെ പിന്നിലാണ് സൗദിയും UAEയും ആ അബ്ദുൽ ഫത്താഹ് സീസിയും ഒക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അറബ് രാജ്യങ്ങളിലെ 80% അംഗീകരിച്ചിട്ടുള്ളത് ഇസ്രായേലിന്റെ പോളിസിയാണ്. മസ്ജിദുൽ ഹറാമിലെ ഖുത്ബ നബി തന്നെ വന്നാലോ ഖുത്ബ ഇസ്രായേൽ എഴുതി കൊടുക്കും. അങ്ങനത്തെ ഗതികേടിലാണെന്ന് മുസ്ലിം രാജ്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയെ വിമർശിക്കരുത്, അതുപോലെ തന്നെ ഇസ്രായേലിനെ വിമർശിക്കരുത്. നിങ്ങൾ ഖുത്ബയിൽ പറയരുത്. ഖുത്ബയിൽ എന്ത് പറയണം? അള്ളാഹുവിന് സാഷ്ടാംഗം ചെയ്യുന്നതിന്റെ, മനുഷ്യന്റെ അവകാശങ്ങളെ പവിത്രമാക്കുന്ന നിലപാടുകളെ പ്രഖ്യാപിക്കേണ്ട യുദ്ധസ്ഥലം മെഹ്റാബ് എന്നാണ്. ഖുത്ബയിലെ മിമ്പറിന് പറയുക, ഗോലിയാത്തിനെതിരെ, അതുപോലെ തന്നെ താഗൂത്തുകൾക്കെതിരെ, ഇബ്ലീസുകൾക്കെതിരെ, ഷെയ്ത്താനെതിരെ, കുഫറിനെതിരെ, ഷിർക്കിനെതിരെ, ദുൽമിനെതിരെ, ഫുസൂഖിനെതിരെ, നിഫാഖിനെതിരെ, ഫിത്നക്കെതിരെ, ഫസാദിനെതിരെ യുദ്ധം ചെയ്യേണ്ട സ്ഥലമാണ് ആരാധനാ കേന്ദ്രങ്ങളുടെ മർമ്മസ്ഥലങ്ങൾ എന്ന് പറയുന്നത്. അതാർക്കും ഉപകാരമില്ലാത്ത ആരാധനകളും അനുഷ്ഠാനങ്ങളും പൂജകളും നടക്കേണ്ട ഭാഗമല്ല. മഹാന്മാരായ പ്രവാചകന്മാരും പുണ്യപുരുഷന്മാർ പോട്ടെ, ഞാൻ അതിന് വിശദാംശങ്ങളിലേക്ക് പോണില്ലേ. ആ മുഹമ്മദ് നബിയെ, ഇന്നിപ്പം മുഹമ്മദ് നബി വന്നാല് ഇസ്രായേൽ ഖുത്ബ എഴുതി കൊടുക്കും. എന്നിട്ട് സൗദിയുടെ വഖഫ് എന്താണ് കമ്മിറ്റി പറയും, ഈ ഖുത്ബ എവിടെ പറയാൻ പറ്റുള്ളൂ, അല്ലാഹുവിന്റെ റസൂൽ അംഗീകരിക്കുവന്, വിട്ടുകൊടുക്കുവന്. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ താലിബ് മിമ്പറുകളുടെ അലങ്കാരമായിരുന്ന, അഭിമാനമായിരുന്ന അതിന്റെ പവിത്രതയെയും മനുഷ്യത്വത്തെയും വാലോളം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അതിവിശാലമായ ത്യാഗങ്ങളുടെ ചരിത്രത്തിലൂടെ കടന്നു വന്ന ആ മഹാവ്യക്തിത്വങ്ങളെയൊക്കെ കൊണ്ടുപോയിട്ട് നിൽക്കുക ആ മസ്ജിദുൽ ഹറാം. അപ്പൊ അതാണ് മസ്ജിദുൽ ഹറാം. എന്നിട്ട് പിന്നെ പറയുന്നത് മസ്ജിദുൽ അഖ്സ, ഇലൽ മസ്ജിദുൽ അഖ്സ. അഖ്സ എന്ന് പറഞ്ഞ അങ്ങേ അറ്റത്തുള്ള, അതിന്റെ അപ്പുറത്ത് പിന്നെ വേറെ പ്രശ്നങ്ങളില്ല. എല്ലാ പ്രശ്നങ്ങളുടെയും ഖിബലയാണ് മസ്ജിദുൽ അഖ്സ. ഇന്ന് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കും. യുണൈറ്റഡ് നേഷന്റെ പാപരത്തങ്ങൾ, വൈറ്റ് ഹൗസിന്റെ ഭീകരതകൾ, ടെല്ലവീവിലെ പാർലമെന്റിലെ തമ്മാടിത്തരങ്ങൾ, ഇന്ത്യൻ പാർലമെന്റും ഭരണകൂടവും കാണിച്ചുകൊണ്ടിരിക്കുന്ന നെറികേടുകൾ, ലോകത്തുടനീളമുള്ള ഇസ്ലാമിന്റെയും ഹിന്ദുത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും സോഷ്യലിസത്തിന്റെയും സെക്യുലറിസത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഒക്കെ മറവിൽ സമഗ്രാധിപത്യ, സ്വേച്ഛാധിപത്യ, രാജാധിപത്യ സകല ഭാവങ്ങളിലും നിന്നുകൊണ്ട് മനുഷ്യർക്കെതിരെ അധികാരം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ഇലാഹുകളായി ചമഞ്ഞുകൊണ്ടിരിക്കുന്ന സകല ശക്തികളും നടത്തിക്കൊണ്ടിരിക്കുന്ന നെറികേടുകൾക്ക് പ്രതീകമാണ് മസ്ജിദുൽ അഖ്സ. മസ്ജിദുൽ അഖ്സ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു മറവറുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹയിലെ അവസാനത്തെ ആയത്തുണ്ട്, ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലിൻ. ആ ഗൈറിൽ മഗ്ളൂബി അലൈഹിം എന്നുള്ളതിന് എല്ലാ പഴയ മുഫസ്സിറുകളും വിശദീകരണം നൽകിയിട്ടുള്ളത് യഹൂദന്മാരാണത്. ദൈവത്തിന്റെ കോപത്തിന് വിധേയമാക്കപ്പെട്ടവർ, ദൈവത്തിന്റെ അല്ലാഹുവിന്റെ കോപത്തിന് വിധേയമാക്കപ്പെട്ടവർ. ളുരിബതു അലൈഹിമു ദില്ലതു വൽ മസ്കന വബാഉ ബിഗളബിൻ മിനല്ലാഹ് ദാലിക ബിഅന്നഹും കാനൂ യക്ഫുറൂന ബിആയാതില്ലാഹ് വയഖ്തുലൂന നബിയ്യീന ബിഗൈരിൽ ഹഖ് ദാലിക ബിമാ സവ കാനൂ യഅ്തദൂൻ. യഹൂദന്മാരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ലുഅനല്ലദീന കഫറൂ ബിബനി ഇസ്രായീല ബിലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം. ഈസാ പ്രവാചകനും ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്രായേൽ സമുദായത്തെ ശപിച്ചിരിക്കുന്നു. ഗൈറിൽ മഗ്ളൂബി അലൈഹിം, കോപിക്കപ്പെട്ടവരുടെ മാർഗമല്ല. എനിക്ക് തോന്നുന്നു ലോകത്തിലുള്ള മനുഷ്യർ മുഴുവൻ ഒരു പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത്
ഗൈരിൽ മഗ്ലൂബ്. ഞാനും നിങ്ങളും അർത്ഥറിയാതെ പറയുന്ന പോലെ ആചാരമാണല്ലോ നമുക്ക്, അനുഷ്ഠാനമാണല്ലോ നമുക്ക്. അടിയൊഴുക്കുകളും ആശയങ്ങളും അടിസ്ഥാനങ്ങളും ഒന്നും നോക്കാതെ അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും രമിച്ച് ഒരു സുഖിയൻ മതവുമായി, ജീവനില്ലാത്ത ചത്ത മതങ്ങളുമായി, ദർശനങ്ങളുമായി പോയിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. കാലാകാലങ്ങളിലും ഒരു വിശ്വാസി ഏറ്റവും ചുരുങ്ങിയത് 17 പ്രാവശ്യമെങ്കിലും അവന്റെ നമസ്കാരത്തിൽ ഗൈരിൽ മഗ്ലൂബി അലൈഹിം, നിന്റെ കോപത്തിന് വിധേയമായവരുടെ വഴിയല്ല. അതിന്റെ മുമ്പ് നമ്മൾ പറയണത് എന്താ? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ വഴി എനിക്ക് തരണം, നീ ഞങ്ങളെ നേരായ വഴിയിലേക്ക് നീ ഞങ്ങളെ നയിക്കണം. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, ബൈഡന്റെ വഴിയല്ല, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വഴിയല്ല, സംഘപരിവാരത്തിന്റെ വഴിയല്ല, ക്യാപിറ്റലിസത്തിന്റെയും ഇമ്പീരിയലിസത്തിന്റെയും സിയോണിസത്തിന്റെയും ഫാസിസത്തിന്റെയും നാസിസത്തിന്റെയും വഴിയല്ല, കപട ജനാധിപത്യത്തിന്റെയും കപട സോഷ്യലിസത്തിന്റെയും കപട സെക്യുലറിസത്തിന്റെയും വഴിയല്ല. മറിച്ച് നീ അനുഗ്രഹിച്ച മഹാപ്രവാചകന്മാരുടെ വഴി, വേദഗ്രന്ഥങ്ങളുടെ വഴി, പുണ്യപുരുഷന്മാരുടെ വഴി. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അത് പറഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ പറയുന്നത് ഗൈരിൽ മഗ്ലൂബി അലൈഹിം. പ്രവാചകന്മാരുടെയും വേദഗ്രന്ഥങ്ങളുടെയും ദൈവികതയുടെയും മൂല്യങ്ങളെ അമർത്തിയുടച്ച് അധികാരം നടത്തി നശിപ്പിച്ച വിഭാഗങ്ങൾ ആരാണ്? ഇതിന്റെ ഒരു മറുപടി എന്താ? ഗൈരിൽ മഗ്ലൂബി അലൈഹിം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ വേദഗ്രന്ഥങ്ങളുടെ വഴിയാണ്, മറുഭാഗത്ത് ദൈവത്തിന്റെ കോപവും ശാപവും ഏറ്റുവാങ്ങിയിട്ടുള്ള യഹൂദന്റെ വഴിയാണ്. യഹൂദന്റെ ഒരു ലോകക്രമം, അതിന്റെ ഒരു നെറ്റ്വർക്ക്, അതിന്റെ കൃത്യമായ ഒരു ശൃംഖല ലോകത്തുടനീളം, ന്യൂയോർക്ക് മുതൽ ന്യൂസിലാൻഡ് വരെ, ന്യൂഡൽഹി വരെ, അതുപോലെ തന്നെ ഇന്തോനേഷ്യ മുതൽ ഇറാഖ് വരെ, ലോകത്തുടനീളം ഈ ഗൈരിൽ മഗ്ലൂബി അലൈഹിം, യഹൂദന്റെ ഒരു നെറ്റ്വർക്ക്, ശൃംഖല, ദൈവത്തിന്റെ കോപത്തിന് വിധേയമായവരാ. ഇതിനെല്ലാവരും വിശദീകരണം കൊടുത്തിരിക്കുന്നത് യഹൂദൻ എന്നുള്ളതാ. കാരണം വേറൊരു വിഭാഗത്തിനെ അള്ളാഹ് ശപിച്ചിട്ടില്ല. ശപിച്ചതും കോപിച്ചതും അവരോട് മാത്രമാണ്. അതിന്റെ കാരണം വേറെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്മാർ അവരെ കൊന്നു. നമ്മൾ പലസ്തീനെ കുറിച്ച് പറയുന്നു, ഗസയെ കുറിച്ച് പറയുന്നു, ഹമാസിനെ കുറിച്ച് പറയുന്നു, രക്തസാക്ഷികളെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിഞ്ചു കുട്ടികളെ അടക്കം അത്യന്തം മാരകമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന തെമ്മാടി, താവൂത്ത്, ശൈത്താന്, ഇബ്ലീസ്, ഈ പദങ്ങൾക്കൊക്കെ കൂടിയിട്ട് ഒരു രാഷ്ട്രമായിട്ട് മാറാൻ പറ്റുമെങ്കിൽ അതാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിന് ഇബ്ലീസാകാൻ പറ്റുമെങ്കിൽ, ഒരു രാജ്യത്തിന് താവൂത്താകാൻ പറ്റുമെങ്കിൽ, ഒരു രാജ്യത്തിന് ലാലിമും ഫാസിഖും മുനാഫിക്കുമാകാൻ പറ്റുമെങ്കിൽ അതിൻ്റെയൊക്കെ പ്രതീകമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അവർക്കെന്താ കുട്ടികളെ കൊല്ലുന്നതിന്? എത്ര ആള് ഖുർആൻ പറഞ്ഞത് അള്ളാഹുവിന്റെ വിശുദ്ധന്മാരും വിപ്ലവകാരികളും വിമോചകന്മാരുമായ പ്രവാചകന്മാരെ ആകാശലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ സന്ദേശങ്ങളെ ഏറ്റുവാങ്ങിയ കരളും കയ്യുമുള്ള മനുഷ്യരെ നിഷ്ഠൂരമായി കൊന്നു തള്ളിയ സംഘബോധമാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്നത്. പ്രവാചകന്മാരെ കൊന്നിട്ടുണ്ട്. യഹ്യാ നബി, സക്കരിയ നബി, എത്ര നബിമാരെ കൊന്നത്? ഈസാ നബിനെ അവരെ കുരിശിലേറ്റിയിട്ടുണ്ട്. പക്ഷെ ഈസാ നബിനെ കുരിശിലേറ്റിയില്ല എന്നാണ് ഖുർആൻ പറയണത്. പക്ഷെ എന്നാലും ഒരാൾ അവരെ കുരിശിലേറ്റിയിട്ടുണ്ട്, ഈസാ നബി എന്ന് വിചാരിച്ചിട്ട്. യഹൂദന്മാര് ഈസാ നബി എന്ന് കരുതിയിട്ട് തന്നെ ഒരാളെ കുരിശിലേറ്റിയത്. ഇത്രയും അപകടകാരികളായ ഓൽക്ക് പിന്നെന്താ മനുഷ്യനെ കൊല്ലണീന്, കുട്ടികളെ കൊല്ലണീന് എന്താ? ലോകത്തുടനീളം ക്രൂരതകളുടെ ജനങ്ങളോട് നീതിക്ക് വേണ്ടി സംസാരിച്ച മനുഷ്യരെയും കൊന്നവരാണവർ. ഇന്ന് ലോകത്ത് നടക്കുന്ന ധാരാളം കൊലപാതകങ്ങൾ, എന്താ പറയാ, നമ്മൾ പറയുന്ന ഇപ്പോ ഈ നിഗൂഢമായി നടക്കുന്ന കൊലപാതകങ്ങൾ, വർഗീയ സാമുദായിക സംഘടനകൾ, അതുപോലെ തന്നെ സായുധ സംഘങ്ങൾ, ദേശീയ വംശീയ സംഘടനകൾ, ആളുകളെ നീതിക്ക് വേണ്ടി സംസാരിക്കുന്നവരെ കൊല്ലുന്ന ഇങ്ങനെ രണ്ട് അണ്ടർഗ്രൗണ്ട് വർക്ക്, പ്രവാചകന്മാരെയും വിശുദ്ധന്മാരായ നീതിപാലകന്മാരെയും ഒക്കെ കൊന്ന ചരിത്രമുള്ളവരാണിവർ. ഇസ്രായേൽ എന്ന് പറയുന്നത് എല്ലാവരും കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഗൈരിൽ മഗ്ലൂബി അലൈഹിം, ഏറ്റവും നികൃഷ്ടമായ നിലപാടുകളെ ലോകത്ത് പ്രതിനിധീകരിക്കും. ഇതിൻ്റെ മറുഭാഗങ്ങൾ കാണണം. വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ പുതിയ നിയമം ബൈബിളും ഇപ്പം നമുക്ക് ഇതുകൊണ്ടൊക്കെ ഉള്ളൊരു സുഗന്ധ നിറയങ്ങള് ജയ് ശ്രീരാമൊക്കെ വരുന്നവരാണെങ്കിൽ നല്ലതാ. കാരണം രാമനും കൃഷ്ണനും ഗീതയും ഖുർആനും ഒക്കെ നമുക്കൊന്നും കൂടി പുനർവായന നടത്താലോ. സെക്യുലറിസത്തിന്റെയും ജനാധിപത്യത്തിന്റെയൊക്കെ മറവലും ചലവലും നിന്നിട്ട് എന്ത് ഏത് എവിടെയെന്നറിയാതെ എന്തൊക്കെയോ എല്ലാവരും പുലമ്പുന്നതും പറയുന്നതിനും അപ്പുറം ചരിത്രത്തിൽ ഇസ്രായേലും സംഘപരിവാരവും ഒരേ സമയം വേദഗ്രന്ഥങ്ങളെയും ഇതിഹാസ പുരുഷന്മാരെയും ഒക്കെ വെച്ച് കളിക്കുന്നത് കൊണ്ട് ഇതിന്റെയൊക്കെ ഉള്ളറകളിലേക്ക് ആഴ്ന്നിറങ്ങി എന്താണ് വസ്തുതകൾ, ആരായിരുന്നു ശരി, എവിടെയായിരുന്നു ശരി, എങ്ങനെയായിരുന്നു അടിസ്ഥാനങ്ങൾ,
ഇത് പരിശോധിക്കുന്നതിലേക്ക് ലോകത്തിന് നിർബന്ധിതമായും എത്തിക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു. കാരണം ഇസ്രായേൽ ഉണ്ടായത് ജനാധിപത്യ സെക്യുലർ സോഷ്യൽ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടല്ല. ബാബരി മസ്ജിദിന്റെ വിധി പോലെ തന്നെ ബാബരി മസ്ജിദിൽ 5 ജഡ്ജിമാരുണ്ടായിരുന്നത്. സംഘപരിവാർ പറഞ്ഞിട്ട് വീഴ്ചാണത്. വേറെ നമ്മളതിൽ ഒളിച്ചുകളി നടത്തിയിട്ടൊന്നും കാര്യമില്ല. സംഘപരിവാരത്തിന്റെ ഭീഷണി, പ്രലോഭനങ്ങൾ, പേടിപ്പെടുത്തലുകൾ, അവരുടെ ഹിഡരജണ്ടകൾ പ്രീണിപ്പിച്ചും പീഡിപ്പിച്ചും അധികാര കേന്ദ്രങ്ങളെ വീഴ്ത്തുന്നതിന്റെ ഭാഗമായി കോടതി എന്ന് പറഞ്ഞാൽ സത്യത്തിന്റെ ഭാഗത്തിൽ കണ്ടവരാ, അഡ്ജസ്റ്റ്മെന്റിന് വിധി പറയേണ്ടവരല്ല. വിവാഹ കേസല്ലല്ലോ ഇത്. 2 അവകാശങ്ങൾ തമ്മിലുള്ള അടിസ്ഥാനപരമായ പ്രശ്നങ്ങളാണ്. അതിൽ 2 കുടുംബങ്ങളെയും മക്കളെയും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പിരിച്ചുവിടുന്നത് പോലെ വിധി പറയേണ്ടവരല്ല കോടതി. അത് കുടുംബ പ്രശ്നത്തിലാകാം. ഞാൻ പറയുന്നത് ഈ വിധിയിൽ ഞാൻ പറഞ്ഞത് ഈ 5 ആളുകൾ വിധിച്ചതുപോലെ നമ്മളത് അംഗീകരിച്ചിട്ടുണ്ടെന്നാലും, കാരണം നാട്ടിലെ സമാധാനം വേണം, സ്വസ്ഥത വേണം, സത്യത്തെ, യാഥാർത്ഥ്യത്തെ, അടിസ്ഥാനങ്ങളെ, മൂല്യങ്ങളെ പച്ചയായി കുടിച്ചു മൂടിയിട്ട് പോലും ഈ രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ട്, ഈ രാജ്യത്തിനോടുള്ള കടപ്പാട് കൊണ്ട്, നമ്മുടെ രാജ്യമായതുകൊണ്ട് ഈ രാജ്യം അത് നമ്മൾ മനസ്സിലാക്കണ്ട. നരേന്ദ്രമോദിക്ക് എന്ത് അവകാശമാണോ ഇവിടെ ഉള്ളത്, അതേ അവകാശം ഏറ്റവും പാവപ്പെട്ട റിക്ഷ ചവിട്ടുന്ന മുസ്ലിമിനും ഇന്ത്യയിലുണ്ട്. അയാളെക്കാൾ കൂടുതലൊരു അവകാശം അമിത്ഷാക്കും നരേന്ദ്രമോദിക്കും ഇന്ത്യയിലില്ല. നിങ്ങളും ഈ നാട്ടുകാരാണ്. അബൂലഹബ് മാത്രമല്ല, അബൂജഹൽ മാത്രമല്ല, വലീദ് ബിനുറേറേത് മാത്രമല്ല മക്ക മുഹമ്മദ് നബിയുടേതാണ്, ബിലാലിൻ്റെതാണ്, ഹബ്ബാബിൻ്റെതാണ്, അതുപോലെ തന്നെ അബൂബക്കറിൻ്റെതും അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെതുമാണ്. അതുകൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ നാടിനെ വെച്ചുകൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു, ഈ നാട് നമ്മുടേതും കൂടിയാണ്. പേടിക്കരുത് നമ്മൾ, തലകുനിക്കരുത് നമ്മൾ, സമ്മതിക്കരുത് നമ്മൾ ഹമാസാവണം. ലോകത്തിലെ ഏറ്റവും ഭീകരമായ ഇസ്രായേലിന്റെ മുമ്പിൽ അത്യന്തം കരുത്തുള്ള, ആവേശത്തിന്റെ, ത്യാഗത്തിന്റെ മധുരമുള്ള ഉജ്ജ്വലമായ അടയാളങ്ങൾ വരച്ചു ചേർക്കുന്ന ഹമാസിനെ പോലെ സംഘപരിവാർ ഇരുട്ടിൽ വെളിച്ചത്ത് നിന്ന് ഇരുട്ടാക്കുന്ന സന്ദർഭത്തിൽ തല താഴ്ത്തി നിന്ന് ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും? അതാ അള്ളാഹുവിന്റെ റസൂലിനോട് ഖുർആൻ പറഞ്ഞ നീ സ്വതന്ത്രനാ. അബൂലഹബിന് ഉള്ളതുപോലെ തന്നെ അവകാശം മുഹമ്മദ് നബിക്കുമുണ്ട്. അതുകൊണ്ട് നമ്മളാരും സംഘപരിവാർ വെളിച്ചത്തിൽ വെളിച്ചം കത്തിച്ചിട്ട് ഇരുട്ടാക്കിക്കൊണ്ടിരിക്കുന്ന കളിക്ക് നമ്മൾ നിന്ന് കൊടുക്കേണ്ടതില്ല. ഇത് നമ്മുടെ നാടാണ്. ഇവിടെ എല്ലാവർക്കും ബാബരി മസ്ജിദിന്റെ വിധി വന്നപ്പോൾ ക്ഷമിച്ചു, സഹിച്ചു, കയ്പോടുകൂടി കുടിച്ചിറക്കി. ഈ ഇന്ത്യയിലെ 30 കോടി വരുന്ന മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത് അത് ഈ നാടിനു വേണ്ടിയാണ്. ഇത് നമ്മുടെ നാടാണ്. ഈ നാടിനോട് നമുക്ക് കടപ്പാടുകളുണ്ട്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയ അതാണ് ഹമാസ്. ഹമാസ് സ്വന്തം നാട് പോകണേ അവർക്ക് പോകാം, 4 ഭാഗത്തും എവിടേക്ക് വേണമെങ്കിലും പോകാം. ഹമാസിന് ഇഷ്ടം പോലെ ഓഫറാ. എന്തിനാണ് നിങ്ങൾ ചൊറിഞ്ഞിട്ടും ഇപ്പൊ തന്നെ പറയും നിങ്ങൾ 17-ാം തീയതി ചുണ്ടങ്ങ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് വഴുതനങ്ങ കിട്ടിയതല്ലേ, അപ്പൊ നിങ്ങൾ കുമ്പളങ്ങ കൊടുത്തു, അപ്പോൾ അവിടുന്ന് മത്തം വന്നു. അങ്ങനെയാണ് ഇപ്പൊ അതിനെ ലളിതമായിട്ട് വിശദീകരിക്കുക. സോഷ്യൽ മീഡിയ, ബാലരമ, മനോരമ, ഏഷ്യാനെറ്റ്, ജനം TV, BBC, CNN, അന്താരാഷ്ട്ര കുട്ടിപ്രസിദ്ധീകരണങ്ങൾ മുതൽ അങ്ങനെ ഉണ്ടല്ലോ കളിപ്രസിദ്ധീകരണങ്ങൾ മുതൽ മഹാസത്യസന്ധന്മാരായ വാർത്താ മീഡിയ അടക്കം എല്ലാറ്റിന്റെയും പ്രശ്നം ഹമാസാണ്. എന്താണ് ഹമാസിന്റെ പ്രശ്നം? ഫലസ്തീൻ ഞങ്ങളുടേതാണ്, ഇസ്രയേലിൻ്റെതല്ല, ഇസ്രയേലിനുള്ളതല്ല. ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാരമല്ല ആര് വന്നാലും ശരി, ഒരു നിമിഷത്തിലും നമ്മൾ മുട്ടുമടക്കേണ്ടതില്ല. കാരണം ഈ രാജ്യക്കാരാണ്. നമ്മുടെ പൗരത്വം തെരഞ്ഞിട്ട് വവാലിദിൻ, വാപ്പയെ കൊണ്ട് സത്യം, മക്കളെ കൊണ്ട് സത്യം. അതുകൊണ്ട് 40 കൊല്ലം മുമ്പുള്ള നിങ്ങളുടെ വാപ്പാന്റെ ജനന സർട്ടിഫിക്കറ്റ് മുനിസിപ്പാലിറ്റി രേഖയുമുണ്ടോ എന്ന് ചോദിച്ച് അമിത് ഷാ കടന്നു വരുമ്പോൾ കമഴ്ന്നു വീണ് അതിന്റെ മുകളിൽ കൈകൂപ്പി ബഹിഷ്കരണത്തിന് തലവെച്ചു കൊടുക്കുന്നതിന് പകരം നിന്റെ മാതാപിതാക്കളും നിന്റെ നാടാണിത്, നിങ്ങളുടെ നാടാണിത് എന്ന് ഖുർആൻ പറഞ്ഞില്ലേ. ഹമാസ് അതാ വിട്ടുകൊടുക്കാൻ സന്നദ്ധല്ല. ഹമാസിന്റെ പ്രശ്നം എന്താ? ഫലസ്തീനുമായി ബന്ധപ്പെട്ടിട്ട് ഫലസ്തീനിൽ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇസ്രായേലിനോട്. അറബികൾ അംഗീകരിച്ച്. മുഹമ്മദ് ബിൻ സൽമാന് പ്രശ്നമൊന്നുമില്ല, ഇസ്രായേൽ അവിടെ ഉണ്ടാവണമുണ്ട്. മുഹമ്മദ് ബിൻ സയ്യിദ് UAE ഷെയ്ഖിന് പ്രശ്നമില്ല, സമ്മതാണ്. അബ്ദുറാഹ് ഫത്താഹ് സീസി ഏതായാലും ഇസ്രായേലാണ്, യഹൂദ അവിടുന്ന് വന്ന തന്നെയാ, മൂപ്പർക്ക് ഒരു കുഴപ്പമില്ല. ഇസ്രായേൽ അവിടെ നിലനിൽക്കുന്നുണ്ട്. അറബ് രാജ്യങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെന്റിലാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ ഏതായാലും ഇപ്പൊ ദ്വിരാഷ്ട്രം പറയുന്നുണ്ട്. എന്നാ പോലും ഇസ്രായേൽ അവിടെ ഉണ്ടായിക്കോട്ടെ എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. ലോകത്തുടനീളം ഇസ്രായേലിന് വേണ്ടി. പക്ഷെ ഹമാസ് പറയുന്നു ഇല്ല. അതാണ് ഹമാസും ലോകത്തുള്ള മറ്റു പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള പ്രശ്നം. ഹമാസ് പറയുന്നത് ഇസ്രായേൽ ഫലസ്തീൻ ഞങ്ങളുടേതാണ്, ഞങ്ങളുടേത് മാത്രമാണ്. ഇവിടേക്ക് പുറത്തു നിന്ന് വന്ന ഒരു യഹൂദരും ഇവിടെ താമസിക്കേണ്ടതില്ല.
ഇവിടെയുള്ള യഹൂദനും ഇവിടെയുള്ള ക്രിസ്ത്യാനിയും ഇവിടത്തെ മുസ്ലിമുമായ ഫലസ്തീനി അറബികളുണ്ട്. അവരുടേതാണ് ഈ നാട്. പുറത്തു നിന്ന് വന്ന ഒരു യഹൂദരെയും അംഗീകരിക്കുന്ന പ്രശ്നമല്ല. ഫലസ്തീനെ പോലത്തെ ആ ഫലസ്തീനിലെ ഗസ എന്ന് പറയുന്ന പ്രദേശത്തെ ഈ ഹമാസ് ധൈര്യപൂർവ്വം, നിങ്ങളൊന്നും എടുത്ത് പരിശോധിച്ച് നോക്ക്, ആരൊക്കെയാണ് ഇപ്പൊ അവരോട് യുദ്ധം ചെയ്യുന്നത്? ഹമാസിനോട്. ഒന്ന് ഇസ്രായേൽ ലോകത്തിലെ രണ്ടാമത്തെ മൂന്നാമത്തെ സൈനിക ശക്തിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി വലിയ പുണ്യാളനും വിശുദ്ധ പശുവും മണവാളനും ഒക്കെ ആയിട്ട് അവതരിപ്പിക്കപ്പെടുന്ന, നമ്മൾ പറഞ്ഞ ബാലരമ മുതൽ ജനൻ ടി വിയിലടക്കം, കുരുക്ഷേത്ര പ്രകാശൻ മുതൽ പെൻഗിൻ ബുക്സ് അടക്കം, BBC മുതൽ CNN വരെ, ഭയങ്കരനാണ് ഇസ്രായേൽ. ധൈര്യമുള്ള രാജ്യം, സന്ദേഹമുള്ള രാജ്യം, സൈനികമായ കരുത്തുള്ള രാജ്യം, രഹസ്യാന്വേഷണ വൈദഗ്ധ്യമുള്ള രാജ്യം, ഭീകരവിരുദ്ധ പോരാട്ടങ്ങൾ നയിച്ച പരിചയമുള്ള രാജ്യം, ഏറ്റവും മികച്ച കമാൻഡോകളുള്ള രാജ്യം, ലോകത്തെ മികച്ച ആയുധ ഉൽപാദന സംഘങ്ങളുടെ രാജ്യം. എന്തൊക്കെ പറഞ്ഞിട്ടാ ഊതി വീർപ്പിച്ചിരിക്കണമെന്ന് പറയൂ നിങ്ങൾ ഈ ഇസ്രായേലിനെ. ആ ഇസ്രായേലിനോട് ഇതൊന്നും അല്ലാത്ത ഹമാസ്. നമ്മൾ പഠിക്കണം. ഇസ്രായേലിന് ആകെ ഒരു കൂട്ടർ മാത്രമേ പേടിയുള്ളൂ. ബൈഡന്, നരേന്ദ്രമോദി, ഋഷി സുനകൻ, മക്രോണ്, ഇതിനൊന്നും ഒരു പേടി ഇതിനില്ല. ലോകത്താതെ അള്ളാനെ ഇല്ല, ഈസാ നബിനെ, മൂസാ നബിനെ ഒന്നും അവർക്കൊരു പേടിയില്ല. അവർക്കാകെ പേടിയുള്ളത് ഹമാസിനെ മാത്രമാണ്. എന്താണ് ഹമാസിന്റെ പ്രശ്നം? ഇസ്രായേലിന്റെ അസ്തിത്വത്തെ. അതുകൊണ്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ചൊറി പിടിച്ച പേപ്പട്ടി പോലെ പാഞ്ഞു നടക്കോടപ്പോ സ്വന്തം നാട്ടില് വീട്ടില് കിടന്നുറങ്ങാൻ അയാൾക്ക് പറ്റണില്ല. അറിയോ നിങ്ങൾക്ക്? അഭയാർത്ഥികൾ, കാലും കയ്യും മുറിഞ്ഞ് മടങ്ങി വരുന്ന സൈന്യങ്ങൾ, പെട്ടികളിലും ബാഗുകളിലുമായി മടങ്ങി വരുന്ന സൈന്യത്തിന്റെ മയ്യത്തുകൾ, ജഡങ്ങൾ, ഇതിന് മറുപടി പറയാൻ കഴിയാതെ ബെഞ്ചമിൻ നെതന്യാഹു ഉറക്കിലും ഉണർച്ചയിലും പരവശന്. മുപ്പര് മറ്റേ ആദ്യങ്ങൾ കണ്ടിരിക്കണം ബെഞ്ചമിൻ നെതന്യാഹുവിനെ. നമ്മുടെ അമേരിക്കയിലെ റെസ്ലിംഗ് ഉണ്ടല്ലോ, ആ മറ്റേ കളി, അഭിനയവും പോരാട്ട നാടകങ്ങളുടെ ഒരു കളിയുണ്ട്. ആ ഗോതയിലേക്ക് വരണം. കണ്ടല്ലോ എന്നെ മൂപ്പരിങ്ങനെയൊക്കെ വെച്ച് മീഡിയന്റെ ഒക്കെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ ഞെളിഞ്ഞു നിന്ന് പറഞ്ഞാല് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുകളിൽ വേറെ ആരും ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾ കണ്ടിരിക്കണം അദ്ദേഹത്തിന്, നിങ്ങൾ മീഡിയയുടെ മുമ്പില് പൂച്ച വള്ളത്തിൽ വീണതുപോലെ, കാക്ക വള്ളത്തിലായതുപോലെ, കൂറ വള്ളത്തിൽ പാറിയതുപോലെ എണീച്ചു നിന്നിട്ട് വരണ്ട് വിളറി വിവശനായി പരവശനായി ലോകത്തിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും സൈനിക ശക്തിയുടെ കപട കള്ള ക്രൗര്യ കാപട്യത്തിന്റെ പ്രതീകമായ ബെഞ്ചമിൻ നെതന്യാഹു എഴുന്നേറ്റ് നിൽക്കണം. നിങ്ങൾക്ക് കാണാൻ പറ്റും. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രശ്നം എന്താ? ഇന്നലെ 24 ആളുകളാണ് ഒരൊറ്റടിക്ക്, 24 അല്ല എന്നാണ് അതിന്റെ ശരിക്കും കാണിക്ക്, ഇസുദ്ദീൻ അൽ ഖസാം എന്ന് പറയുന്ന ആ ഹമാസിന്റെ ചുണക്കുട്ടികൾ, പോരാളികൾ പറഞ്ഞത് അതിനേക്കാൾ ആളുകളുണ്ട്. ഏറ്റവും ചുരുങ്ങി 24. യുദ്ധം തുടങ്ങി ഓലക്ക് 24 എന്നൊക്കെ പറഞ്ഞാലേ 20,000 അല്ല, 2.5 ലക്ഷത്തിന് തുല്യാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. അതിന്റെ അത്രയും ഭടന്മാർ ഇന്നലെ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതിന് ശേഷം അവർ പറഞ്ഞു 2 മാസം നമുക്ക് യുദ്ധം നിർത്താം, 2 മാസം നമുക്ക് യുദ്ധം നിർത്താം, വെടി നിർത്താം. ഹമാസ് പറഞ്ഞു ആ പരിപാടി വേണ്ട. യുദ്ധം നിർത്തണമെങ്കിൽ എന്ത് വേണം? ഒരൊറ്റ അടിച്ചു നിങ്ങൾ ഇവിടെ നിന്ന് പോവാ, യുദ്ധം നിർത്തി പോവാ, അല്ല വെടി നിർത്തിയിട്ട് ഇനി പോണ്ട. വെടി നിർത്തണ പരിപാടിയല്ല, നിങ്ങൾ ഇവിടെ നിന്ന് പോവുക. ഗസയിൽ നിന്ന്, വെസ്റ്റ് ബാങ്കിൽ നിന്ന് നിങ്ങൾ ഇസ്രായേലിലേക്ക് തിരിച്ചു പോവുക. അന്താരാഷ്ട്ര തലത്തിൽ ബൈഡൻ മുതൽ മക്രോൺ മുതൽ ഗുട്ടറസ് വരെ എല്ലാരും പറയാണ്. എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പരിഹാരം ദ്വിരാഷ്ട്രമാണ്, 2 രാജ്യങ്ങളായി, ഫലസ്തീനായി, ഇസ്രായേലായി. പക്ഷേ ഫലസ്തീനെ അംഗീകരിച്ചാൽ ഇസ്രായേലിനറിയാം, അതിനെ എങ്ങാനും അംഗീകരിച്ചു കൊടുത്താൽ അത് ഇസ്രായേലിന്റെ അടിവേര് പിഴുതെറിയലും കത്തിവെക്കലുമായിട്ട് മാറും. അതുകൊണ്ട് എല്ലാ ഗതികേടിലും നിന്നിട്ട്, നിവൃത്തികേട് കൊണ്ട് യുദ്ധമല്ലാതെ പരിഹാരമില്ല എന്ന് ഗതികേട് കൊണ്ട് പ്രഖ്യാപിക്കേണ്ട അവസ്ഥയിലാണ് ബെഞ്ചമിൻ നെതന്യാഹു ഉള്ളത്. പ്രശ്നം ഹമാസാണ്, ബാക്കി എല്ലാവരും റെഡിയാണ്. എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ പ്രശ്നം? കാരണം പ്രശ്നം ഓൽതല്ലല്ലോ, ഫലസ്തീനികളുടേതാണല്ലോ. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിട്ടുവീഴ്ചയും അവർ ഇസ്രായേലിനോട് ചെയ്തിട്ടില്ല. അവരുടെ അടിസ്ഥാന നിലപാട് യഹൂദനോടല്ല അവരുടെ പ്രശ്നം, മറിച്ച് യൂറോപ്പിൽ നിന്ന് കുടിയിറക്കി കൊണ്ടുവന്ന യഹൂദന്മാർ അവരിവിടെ നിന്ന് പോകണം. ഇവിടെയുള്ള യഹൂദനും ഇവിടെയുള്ള ക്രിസ്ത്യാനിയും ഇവിടെയുള്ള മുസ്ലിമും അവരാണ് ഫലസ്തീനികൾ. അവരിവിടെ താമസിച്ചാൽ മതി, ഇത് ഞങ്ങളുടെ നാടാ. ഒരു അഡ്ജസ്റ്റ്മെന്റും ചെയ്യാത്ത പ്രസ്ഥാനമാണ് ഹമാസ്. അവർക്ക് വേണമെങ്കിൽ ഈജിപ്തിലേക്കോ ചിലപ്പോൾ ഇംഗ്ലണ്ടിലേക്കോ അല്ലെങ്കിൽ അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ വേറെ എവിടേക്കിലേക്കോ പോയിട്ട് അറബികളും ഇസ്രായേലും അമേരിക്കയും ഒക്കെ ശക്കലും ദീനാറും ഡോളറും ദിർഹമും രൂപയൊക്കെ കൊടുക്കും, എന്താണെങ്കിലും കൊടുക്കും. പക്ഷേ ഹമാസ് പ്രഖ്യാപിക്കുന്നു, നേരത്തെ പറഞ്ഞല്ലോ ഷുഹൈബ് സാഹിബ്, ഹെലികോപ്റ്ററിലൊക്കെ കൊണ്ടുപോയിട്ട് ഇതാ ഉടനെ പുറപ്പെട്ടു, ഇവിടുന്ന് പോയിക്കോളൂ, നിങ്ങൾ ഉടനെ ഇവിടെ നിന്ന് തടിയെടുത്താൽ നിങ്ങൾക്ക് സുരക്ഷിതത്വം, നിങ്ങൾക്ക് മറ്റ് സ്ഥലങ്ങൾ. പക്ഷേ ഗസ, വടക്കേ ഗസ, തെക്കേ ഗസ, പടിഞ്ഞാറേ ഗസ, കിഴക്കേ ഗസ എന്നല്ലാതെ വേറെ ഒരു സ്ഥലത്തേക്ക് അവർ പോയിട്ടില്ല. അതിന്റെ മറവറുണ്ട്,
10 ലക്ഷത്തോളം യഹൂദന്മാരെ വണ്ടി കയറിയിരിക്കണം. ഇനി അങ്ങോട്ട് ഇല്ലാന്നാ പറയണത്. എങ്ങോട്ട്? ഇസ്രായേലിലേക്ക്. കനാന്റെ നാട്, വിശുദ്ധ നാട്, ഞങ്ങളെ നാട്, ഞങ്ങളെ ജന്മനാട്, ഞങ്ങൾക്ക് കിട്ടേണ്ട വാഗ്ദത്ത നാട് എന്നൊക്കെ പറഞ്ഞ യഹൂദൻ ഇസ്രായേലിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലുള്ളതിനേക്കാൾ തിരക്കാണ് എയർപോർട്ടിൽ എന്നാ കിടന്ന് തിരക്കി പരക്കം പായണവർ എങ്ങനെയെങ്കിലും ഇസ്രായേലിൽ നിന്ന് തടി തപ്പാൻ വേണ്ടിയിട്ട് ഇനി അവിടെ നിൽക്കാതിരിക്കാൻ 10 ലക്ഷത്തിലധികം യഹൂദന്മാർ. അതേസമയം ഗസയിൽ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ ഉള്ളിൽ അവർ അങ്ങോട്ടും ഇവിടെ ബോംബ് പോകുമ്പോൾ അങ്ങോട്ട് പോകും, അവിടെ പോകുമ്പോൾ ഇങ്ങോട്ട് തന്നെ വരും, ഇവിടെ ബോംബ് വീഴുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകും, പടിഞ്ഞാറിന്ന് കിഴക്കോട്ട് വരുന്നല്ലാതെ വേറെ ഒരു സ്ഥലത്തേക്കും ഒരു പരിപാടിയില്ല. ഞങ്ങൾ ഇവിടെ നിൽക്കും. ഹമാസ് പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്താണ് ഹമാസിന്റെ പ്രഖ്യാപനം? അറബികളോട് മുസ്ലിങ്ങളോടൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം ലോകമേ, നിങ്ങളെല്ലാവരും വെള്ളപൂശി ഈജിപ്തിന് അംഗീകരിച്ചാലും ശരി, മുസ്ലിം സംഘടനകളോടും ഉമറാക്കളോടും ഉലമാക്കളോടും ഒക്കെ പറഞ്ഞത്, നിങ്ങളെല്ലാവരും ഇസ്രായേലിനോട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനും ഇസ്രായേലിന് വേണ്ടി നയരൂപീകരണവും ചർച്ചയും ഉടമ്പടികളും കരാറുകളുമായിട്ട് വന്നാലും ശരി, ഹമാസ് സമ്മതിക്കില്ല. അത് നിങ്ങളുടെ നിലപാടാണ്. ഞങ്ങളുടെ നിലപാട് ഫലസ്തീനികളുടേതാണ്. ഞങ്ങളുടെ നാടിലേക്ക് അവിശുദ്ധവും അതിക്രമവും അനാശാസവും അന്യായവും അധർമ്മപരവുമായി കടന്നു വന്ന ശൈത്താനും ഇബ്ലീസും താഗൂത്തുമാണ് യഹൂദൻ, ഇസ്രായേൽ. അതുകൊണ്ട് ഞങ്ങൾ പോരാടും. അവസാനത്തെ മനുഷ്യരെയും കൊന്നുവീഴ്ത്തിയതിന് ശേഷമല്ലാതെ നിങ്ങൾക്ക് അധിനിവേശം പൂർത്തീകരിക്കാൻ സാധ്യമല്ല. പിന്നെ അവരെ പറയുന്നുണ്ട്, ഞങ്ങളെ നിങ്ങൾ കൊഴിച്ചു മൂടിയാൽ ഞങ്ങൾ വിത്തുകളായി മുളച്ചു വരും, മരങ്ങളായി പടർന്ന് പന്തലിക്കും. നിങ്ങൾ സക്കരിയാവിനെ കൊന്നാൽ യഹ്യ ഉണ്ടാകും, യഹ്യയെ കൊന്നാൽ ഈസ ഉണ്ടാകും, ഈസ പോയാൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാകും, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോയാൽ അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും ഒക്കെ ഉണ്ടാകും, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഉണ്ടാകും, സലാഹുദ്ദീൻ അയ്യൂബി ഉണ്ടാകും, ഉമർ മുക്താർ ഉണ്ടാകും, ഷഹീദ് സയ്യിദ് ഖുതബും ഹസനുൽ ബന്നയും ഉണ്ടാകും, അഹമ്മദ് യാസീൻ ഉണ്ടാകും, അബ്ദുൽ അസീസ് റന്തീസി ഉണ്ടാകും, അറൂരി ഉണ്ടാകും. പിടഞ്ഞു വീഴുന്ന കുട്ടികളടക്കം രക്തസാക്ഷിത്വത്തിന്റെ ചെഞ്ചായം കൊണ്ട് ലോകത്തെ അമ്പരപ്പിക്കുന്ന ചിത്രങ്ങൾ വരച്ചു ചേർത്ത് ആ അഭിമാനത്തിന്റെയും അന്തസ്സിന്റെയും അതിജീവനത്തിന്റെയും സുന്ദരമായ അവതരണങ്ങൾ ഞങ്ങൾ ലോകത്ത് നടത്തും. അതുകൊണ്ട് ഞങ്ങളെ നശിപ്പിച്ചിട്ട് ഇപ്പോ അമേരിക്കന്റെ സൈനിക മേധാവി മുതല് ഇസ്രായേലിന്റെ മൊസാദിന്റെ തലവനടക്കം പറയുന്നത് ഇതിനെ തൊടാൻ പറ്റില്ല. ഒരു അർച്ചത്തൊരു മിലിറ്റൻസി ഗ്രൂപ്പാണെന്ന്. ആര്? ഹമാസ്. കുറെ പട്ടാളക്കാര്. ഹമാസ് അതല്ല, കുട്ടി ഹമാസാണ്. 3 വയസ്സായ കുട്ടിക്ക് കലിമ ചൊല്ലി കൊടുക്കുന്ന 5 വയസ്സുകാരനും 5 വയസ്സുകാരന്റെ കലിമ കേട്ട് കലിമ ചെല്ലുന്ന മരിക്കുന്ന കുട്ടിയും ഹമാസാണ്. ആ കുട്ടിക്ക് രക്തസാക്ഷിത്വം നൽകുന്ന ഉമ്മ ഹമാസാണ്. ആ കുട്ടിയുടെ ഉപ്പ ഹമാസാണ്. അവിടെയുള്ള ബാർബറും ഡോക്ടറും എഞ്ചിനീയറും അധ്യാപകനും ആ റിക്ഷാകാരനും സൈക്കിൾ ഓടിക്കുന്നവനും ഒക്കെ ഹമാസാണ്. അതൊരു പ്രസ്ഥാനമാണ്, അന്തസ്സുള്ള പ്രസ്ഥാനം, അഭിമാനമുള്ള പ്രസ്ഥാനം. ലോകത്ത് അങ്ങനെ ഒരു സംഘടന നമുക്കറിയില്ലെന്ന് എവിടെങ്കിലും. അതൊക്കെ ആകാൻ കഴിഞ്ഞ് നമ്മളൊക്കെ രക്ഷപ്പെട്ട്. കാരണം അത്രമാത്രം വീര്യമുള്ള, സൗന്ദര്യമുള്ള, അന്തസ്സുള്ള, ധൈര്യമുള്ള, ശൂരത്വമുള്ള, അഭിമാനമുള്ള, ക്ഷമയുള്ള, സഹനമുള്ള, വിട്ടുവീഴ്ചയുള്ള മനുഷ്യത്വത്തിന്റെ ഗുണങ്ങളെ മുഴുവൻ മഹാപ്രവാചകന്മാരുടെയും അവരുടെ കാലഘട്ടത്തിലെ ചരിത്രത്തിലുമൊക്കെ കണ്ടതിനെ പോലെ ചിലപ്പോൾ അതിനേക്കാൾ മാരകവും മനോഹരവുമായ സ്വഭാവത്തിൽ പ്രതിനിധീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘം. നമ്മളൊക്കെ തകർന്നു പോവും. ഹമാസിനെ പോലെ നിങ്ങൾ ഇപ്പൊ രസത്തിന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയും. നമ്മളിവിടെ ഇങ്ങനെ ഇരുന്ന് ഇപ്പോൾ സുഖമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കണം, ഞാനും കേട്ടുകൊണ്ടിരിക്കണം, പറഞ്ഞുകൊണ്ടിരിക്കണത്. അപ്പൊ പറയണേ, കല്ലായി ബോംബ് വീണ്, ഫറോക്കില് ബോംബ് വീണ്, നടുവണ്ണൂര് ബോംബ് വീണ്, നന്മണ്ടയിൽ ബോംബ് വീണ്, കോഴിക്കോട് സിറ്റിയിൽ വീണ്, അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് അപ്പുറത്തുള്ള എന്താ ചെറുവണ്ണൂരോ അങ്ങാടിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ബോംബ് വീണ്. അപ്പൊ തന്നെ നമ്മൾ ഇവിടുന്ന് വിളിക്കാൻ തുടങ്ങും. എന്ത് പറ്റി? ആർക്കാ പറ്റി? ഉപ്പാക്ക് എന്തെങ്കിലും പറ്റുമോ? ഉമ്മാക്ക് എന്തെങ്കിലും പറ്റുമോ? ഓളെ ഏട്ടത്തിക്ക് എന്തെങ്കിലും പറ്റുമോ? നമ്മുടെ മകൻ അവിടെയല്ലേ ഹോസ്റ്റലില്? നമ്മുടെ പീടി അവിടെയല്ലേ ഉള്ളത്? നമ്മുടെ വാപ്പാന്റെ കച്ചവടം അവിടെയല്ലേ ഉള്ളത്? നമുക്ക് അവിടെ സ്ഥലമല്ലേ? നമ്മൾ കല്യാണം കഴിച്ചത് അവിടെയല്ലേ? അവിടേക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഫോണോട് ഫോണായിരിക്കും. അതിനേക്കാൾ ഭയമായിട്ട് വരാൻ തുടങ്ങും. എന്ത്? അവിടെയൊക്കെ വീണിട്ടുണ്ടെങ്കിൽ കുറ്റിച്ചിറയും ഇഷ്കാൽ പള്ളിയും നിൽക്കുന്ന സ്ഥലം മാത്രം ബോംബിങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയില്ല. ഇവിടെ കൂടി വീടുമെന്നറിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളും കളി? എന്താ ഞാനുങ്ങളൊക്കെ ചെയ്യാ? ഏറിയ 2 ദിവസമൊക്കെ ക്ഷമിക്കും. കുട്ടികളുടെ മയ്യത്ത്, ഇണകളുടെ മയ്യത്ത്, ഭർത്താവിന്റെ മയ്യത്ത്. ഇപ്പൊ ഇന്നലൊക്കെ വാർത്തയിൽ കണ്ടോ നിങ്ങള്? ഗസയിലെ 100 കണക്കിന് കുട്ടികൾ ആശുപത്രിയിൽ അനാഥകളാണവർ. കയ്യ് പോയവർ, കാല് പോയവർ, ഗുരുതരമായ പരിക്ക് പറ്റിയവർ. തിരിച്ചു പോകാൻ വീടുകളില്ല. ആ വീട്ടിൽ അവർക്ക് ആളുകളില്ല. പക്ഷേ ഹമാസ് അതിനൊക്കെ അതിജീവിക്കും.
അത്രയും ധാർമ്മികതയുള്ള കരുത്തുള്ള സംഘമാണവർ. വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിവില്ലാത്ത, പണ്ട് ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ബോംബിട്ടിട്ട് ഹബാക്കുഷ എന്ന് പറയുന്ന ചരിത്രത്തിൽ അതുവരെ ഇല്ലാത്ത ഒരു വിഭാഗം ഉണ്ടായിരുന്നു. കാരണം അവർ വിളറി വെളുത്ത് വെണ്ണീർ പോലെ ജീവച്ഛവങ്ങളായി മാറി കല്യാണവും തക്കാരവും വ്യവസായവും ബുദ്ധിയും വിദ്യാഭ്യാസവും ഒന്നും നടത്താൻ കഴിയാതെ ബോംബിങ്ങിന്റെ ഇരകളായ ഹബാക്കുഷകളെ പോലെ ഫലസ്തീനിൽ, ഗസയിൽ കുട്ടികൾ, ചെറിയ കുട്ടികൾ, ആ കുട്ടികൾക്ക് നമുക്കൊക്കെ ഒരു സന്തോഷമില്ലേ? വീട്ടിലെ വല്യമ്മണ്ട്, അല്ലെങ്കിൽ വല്യപ്പുണ്ട്, അല്ലെങ്കിൽ ഉമ്മണ്ട്, അല്ലെങ്കിൽ ഇളയമുണ്ട് എന്തൊക്കെ പറയുമെങ്കിലും ഒരു സാധാരണ ഉണ്ടാവും. ആ കുട്ടിക്ക് തിരിച്ചു പോകാൻ പോലും സ്ഥലങ്ങളില്ല. അത്രയും സങ്കീർണമായ, സങ്കടകരമായ, ഇതൊന്നും വൈകാരികതയൊക്കെ വേണ്ടി എനിക്ക് അതിൽ നമ്മളാരും സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഹമാസിനത് ആവശ്യമില്ല. കാരണം അങ്ങനത്തെ ഒരു സംഗതിയല്ല അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സങ്കടത്തിന്റെയും പരിദേവനങ്ങളുടെയും ആവലാദികളുടെയും നിന്ദ്യതയുടെയും നിസ്സഹായതയുടെയും ഹമാസ് ഏത് ഘട്ടങ്ങളെയും അവർ മനോഹരമായി തരണം ചെയ്യും. ശുദ്ധറാൻ പറഞ്ഞല്ലോ, വലനബുലവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫ്, നിങ്ങളെ നാം പരീക്ഷിക്കും, ഭയം കൊണ്ട് പരീക്ഷിക്കും. അങ്ങനത്തെ ഒരു പരീക്ഷണം പ്രവാചകന്മാരോടും സഹാബിമാരോടും പറഞ്ഞതാ. അല്ല അങ്ങനെ RSSനെ കൊണ്ട് നിങ്ങളെ പേടിക്കുന്നില്ല, ആ സ്ഥാനമൊന്നും അല്ലാതെ നമുക്കിപ്പോൾ തന്നെ പേടി തുടങ്ങിയിട്ടുണ്ട്. ഇടി വരുമോ, ബീഡി വരുമോ, അതിൻ്റെ പിന്നാലെ പിന്നെ സിഗരറ്റ് വരുമോ, എല്ലാം കൂടി വന്നിട്ട് നമ്മളെ കൊണ്ടുപോയിട്ട് അവിടെ ഇവിടെയും കൊണ്ടുപോയിട്ട് വെക്കുമോ, വല്ലാത്തൊരു സാധനമാണല്ലോ ഇപ്പോൾ ഇത്. അങ്ങനെ ഒരു പേടി, അങ്ങനത്തെ പേടിയല്ല ഈ പറയണത്. വലനബുലവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫ്, എന്ത് സംഭവിക്കും, എങ്ങനെ സംഭവിക്കും, പരിണതി എന്താവും, എവിടേക്കാണ് നമ്മൾ സഞ്ചരിച്ചെത്തുക, എങ്ങനെയാണ് നമ്മൾ അതിജീവിക്കുക? ഒറ്റമില്ലാത്ത, ലക്ഷ്യമില്ലാത്ത കയങ്ങളിലൂടെ ഭയം കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെടും. ഹമാസ്, ഫലസ്തീൻ, ഗസ വലിയ പരീക്ഷണങ്ങളിലൂടെ. വിശപ്പ്, എന്നൊന്നും പറയാനൊന്നുമില്ല നമുക്ക്. ഗസ വിശന്ന് പൊരിയുകയാണ്. ആ ഇസ്രായേലിന്റെ ഏറ്റവും മികച്ച ആയുധങ്ങളിൽ നിന്നാണ് പട്ടിണിക്കിട്ട് കൊല്ലുക എന്ന് പറയുന്നത്. നൂറുകണക്കിന് ട്രക്കുകളിൽ ഹൈഫയുടെ ഈജിപ്തിന്റെ അതിർത്തിയിൽ വാഹനങ്ങൾ കിടക്കുമ്പോൾ ഈജിപ്തിന്റെ വൃത്തികെട്ട അബ്ദുൽ ഫത്താഹ് സീസിയും ആ ഫത്താഹ് സീസിയെ ചരട് വലിച്ചു തുള്ളിക്കുന്ന ഇസ്രായേലും ചാവട്ടെ, മുടിയട്ടെ, നശിക്കട്ടെ. മഹാനായ പ്രവാചകൻ 3 വർഷം ഷുഐബ് അബി തോലബിൽ ചെരുപ്പിന്റെ വാറ് ഒഴുങ്ങി തിന്നു, ഇലകൾ പറിച്ചു തിന്നു. എന്നിട്ട് ഷുഐബ് അബി തോലബിൽ പട്ടിണിക്കിട്ടതുപോലെ ലോകത്തിലെ ഏറ്റവും കരുത്തുള്ള പ്രസ്ഥാനത്തെ, അതിന്റെ സംവിധാനങ്ങളെ, അതിനെ പിന്തുണക്കുന്നവരെ പട്ടിണിക്കിട്ട് പരീക്ഷിക്കാൻ. പക്ഷെ അള്ളാഹ് പറയാ, വലനബുലവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ, ഭയം കൊണ്ടും വിശപ്പ് കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കും. ആ ഒരാഴ്ച വെടിയിരുത്തിയപ്പോൾ അവർ പറഞ്ഞൊരു വർത്താനുണ്ട്, നിങ്ങൾ വേറൊന്നും അയച്ചിട്ടെങ്കിൽ കഫത്തിനുള്ള തുണിയെങ്കിലും ഇങ്ങോട്ടയക്ക്, ഞങ്ങളെ കുട്ടികളെ ഒന്ന് പൊതിഞ്ഞ് മയ്യത്ത് കബറടക്കാൻ വേറൊന്നും ഞങ്ങൾക്ക് വേണ്ട. അത്രമാത്രം വിശപ്പിന്റെ, ഭക്ഷണത്തിന്റെ, വസ്ത്രത്തിന്റെ, മരുന്നിന്റെ, വൈദ്യുതിയുടെ, വെള്ളത്തിന്റെ ഇങ്ങനെയൊക്കെ ഒരു പരീക്ഷണത്തിൽ അസാമാന്യമായ മനസ്സുറപ്പോടുകൂടി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിവുള്ള ഒരു സംഘം ഇന്ന് ലോകത്തില്ല, ഹമാസ് അല്ലാതെ. പിന്നെ പറയണ വലഖ്സിമിനൽ അംവാൽ, നിങ്ങളെ സമ്പത്ത് മുഴുവൻ മുടിയും. 90%, 85% ഗസ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. വീടുകളില്ല, സ്കൂളുകളില്ല, പള്ളികളില്ല, ആശുപത്രികളില്ല, അഭയാർത്ഥി കേന്ദ്രങ്ങളില്ല. ലോകത്തിലെ എല്ലാ യുദ്ധ നിയമങ്ങളെയും ലംഘിച്ച് താവൂത്തും ശൈത്താനും ലാലിമുമായി ഇസ്രായേൽ എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കെ പണം പോവാന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ, കാലിന്റെ നിര്യാണിക്ക് വെട്ടിയത് പോലെയാ, പിന്നെ എണീച്ചിക്കാൻ കഴിയില്ല. അതാണ് പൈസ അല്ലാത്തല്ല, പിന്നെ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. കാലിന്റെ നിര്യാണിക്ക് ഒരാളെന്നെ വെട്ടിയാൽ പിന്നെ എഴുന്നേറ്റിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ മാതിരി സമ്പത്ത് പോയി കഴിഞ്ഞാൽ മനുഷ്യൻ നിസ്സഹായനാവും, നിന്ദ്യനാവും. അതിനാണ് ഇവിടെ മറ്റേ നാണയ നിരോധമൊക്കെ കൊണ്ടുവന്നത് സംഘപരിവാറ്. പാർട്ടികളെയും സംഘടനകളെയും വ്യക്തികളെയൊക്കെ പണത്തമ്മ പിടിച്ചിട്ട് വേറെ അതിന് രാഷ്ട്രീയമുണ്ട്, അതിലേക്ക് നമ്മൾ പോണ്ട, കൈകാര്യം ചെയ്തത്. ഹമാസിന്റെ പണം, ഗസയുടെ സമ്പത്ത് ഒക്കെ അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിനേക്കാൾ സങ്കടമാണ് വൽ അംഫുസ്, നിങ്ങളുടെ കുട്ടികളുടെ മയ്യത്തുകൾ, നിങ്ങളുടെ ഇണകളുടെ മയ്യത്തുകൾ, നിങ്ങളുടെ വാപ്പയുടെയും ഉമ്മയുടെയും മയ്യത്തുകൾ, നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ മയ്യത്തുകൾ, നിങ്ങളുടെ സഹപ്രവർത്തകന്റെ മയ്യത്തുകൾ. ആളുകളെ 25,000-ലധികം ആളുകൾ ലോകത്തെ ആധുനിക യുദ്ധചരിത്രത്തിലൊന്നും ഇല്ലാത്തതുപോലെ നിരപരാധികളായ 25,000-ഓളം മനുഷ്യർ, അതിൽ തന്നെ 11,000-ഓളം കുട്ടികൾ, ഇൻക്യുബേറ്ററിലെ കുട്ടികൾ മുതൽ ഗർഭപാത്രത്തിലെ കുട്ടികളെ അടക്കം വെടിവെച്ച്, ഷെല്ലയച്ച്, മിസൈലിട്ട്, ബോംബിട്ട് നശിപ്പിക്കുന്ന ശൈത്താൻ, ഫാസിഖ്, ലാലിമ്, താഹൂത്തായിട്ടുള്ള ഇസ്രായേൽ. അല്ലാഹ് പറയാ, വനഖ്സിമിനൽ അംവാലി വൽ അൻഫുസി, ഈ 4 കാര്യങ്ങളിലും പരീക്ഷ. ഇങ്ങോട്ട് അല്ലാഹ് പറഞ്ഞ വർത്താനുണ്ട്, വബശ്ശിരി സാബിരീൻ, എന്നിട്ട് ഒരു വിട്ടുവീഴ്ചയില്ല.
ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല, ഒരു വഴങ്ങലും ഇല്ല, അതിനാണ് സബർ എന്ന് പറയാ. ഏറ്റവും തീഷ്ണമായ, ഏറ്റവും സംഘർഷഭരിതമായ, ഏറ്റവും സങ്കടകരമായ ഘട്ടത്തിൽ പോലും ഇല്ല, ഇസ്രായേലിനോട് വിട്ടുവീഴ്ചയില്ല. നിങ്ങൾ ആര് വേണമെങ്കിലും, അന്റോണിയോ ഗുട്ടറസ് മുതൽ OIC ഇസ്ലാമിക് ബോഡി മുതൽ ആരെന്ത് പറഞ്ഞാലും ശരി, വിടില്ല ഞങ്ങൾ. അല്ല പറയാ വബശ്ശിരി സോബിരീൻ. നിലപാട് അറബികൾ അയഞ്ഞിട്ടുണ്ട്, സൗദി അയഞ്ഞിട്ടുണ്ട്, മുസ്ലിം സംഘടനകളും മതപണ്ഡിതന്മാരും ഒക്കെ അയഞ്ഞിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. അഡ്ജസ്റ്റ്മെന്റിന്റെ, അലയൻസിന്റെ, ഒത്തുകളിയുടെ, ഇരുട്ടിൽ സലാം പറയുന്നതിന്റെ, പകലിൽ മാന്യത നൽകുന്നതിന്റെ പല കളികളും ഇസ്രായേലുമായിട്ട് നടത്തുമ്പോഴും വബശ്ശിരി സോബിരീൻ, ഇതൊക്കെ ഉണ്ടായിട്ടും ഒരു നിലപാടിലും വിട്ടുവീഴ്ചയില്ല. എന്നിട്ട് പിന്നെ ഖുർആൻ പറഞ്ഞ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, അവർക്ക് എന്ത് സംഭവം, മുസീബത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ അതിലെല്ലാം ഉണ്ട്, എന്തൊക്കെ ഉണ്ടാവും അതൊക്കെ വന്നാലും ഖാലു, അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിൽ നിന്നാണ്, ഞങ്ങൾ അല്ലാഹുവിലേക്കാണ്. ജീവിക്കുന്നത് മരിക്കാനും മരിക്കുന്നത് ജീവിക്കുന്നതിന് വേണ്ടിയുമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള അവിസ്മരണീയ സംഘമാണ് ഹമാസ്. എന്നിട്ട് അള്ളാഹ് പറയുന്നുണ്ട്, ഉലൈക അലൈഹിം സ്വലവാത്തുൻ, അള്ളാഹു അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ധീരതയുടെ അനുഗ്രഹം, ശാന്തിയുടെ അനുഗ്രഹം, ധൈര്യത്തിന്റെ അനുഗ്രഹം, ക്ഷമയുടെ അനുഗ്രഹം, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുടെ അനുഗ്രഹം. അള്ളാഹു അവരെ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം. രണ്ടാമത്തെ സ്വലവാത്ത് എന്നുള്ളതിന്റെ അർത്ഥം അള്ളാഹ് സല്യൂട്ട് ചെയ്യുന്നു. അള്ളാഹ് അല്ലാതെ ഫഹദ് ബ്രദർ, സൽമാൻ രാജാവിനും മറ്റേ UAE ഷെയ്ഖനും ഫത്താഹ് സീസിക്കും മതപണ്ഡിതന്മാർക്കൊന്നുമല്ല സല്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പോരാളികൾ, ഈ വിപ്ലവകാരികൾ ആഴത്തിൽ അങ്ങേ അറ്റത്ത് നിന്ന് ഇസ്രായേലിനും അമേരിക്കയ്ക്കും യൂറോപ്യൻ മനുഷ്യത്വ വിരുദ്ധ സംവിധാനങ്ങൾക്കുമെതിരെ കരുത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കുന്ന ഈ സംഘത്തെ അള്ളാഹു സല്യൂട്ട് ചെയ്യുന്നു. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം. അള്ളാഹ് മാത്രമൊന്നുമല്ല, ഭൂമിയിൽ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്ക്. എന്താ നേരത്തെ പറഞ്ഞല്ലോ ഷുഹൈബ് സാഹിബ്, നശിപ്പിക്കപ്പെടുന്നതിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞത് ആ 7-ാം തീയതി മുഴുവൻ ഹമാസിനെതിരായിരുന്നു. ഇന്ന് ഹമാസാണ് ഹീറോ. എല്ലാവരും അമേരിക്കയിലെ 25 വയസ്സിന് താഴെയുള്ളവരൊക്കെ പറയുന്നത് ഹമാസാണ് ഹീറോ. ഇപ്പൊ അവരുടെ ഹീറോ ഹമാസാണ്. ഇസ്രായേൽ പിരിച്ചുവിട്ടിട്ട് ഫലസ്തീന് കൊടുക്കുക, ഹമാസിനെ ഏൽപ്പിക്കുക അമേരിക്ക. ലോകത്തുടനീളം തഹ്യ തഹ്യ ഫലസ്തീൻ, ഫലസ്തീൻ അഭിവാദ്യങ്ങൾ, ഫലസ്തീൻ അഭിവാദ്യങ്ങൾ. സിയോണിസം തകരും, സിയോണിസം അറിഞ്ഞ് തലകുത്തി വീഴും. ലോകത്തുടനീളം അമേരിക്ക മുതൽ പ്രകടനം നടക്കാത്ത 3 സ്ഥലത്ത് മാത്രം അറിയോ നിങ്ങള് ഇസ്രായേലിനെതിരെ? ഒന്ന് നമ്മുടെ ഇന്ത്യ, സംഘപരിവാരത്തിന്റെ ഭാരതത്തില് ഒരു പ്രകടനവും നടന്നിട്ടില്ല. കാരണം സംഘപരിവാർ ഇത് രണ്ടും ഒന്നാണ്. നിങ്ങൾ വേറെ ചരിത്രം പഠിക്കണം, വിശാലേഖ മോഡൽ. എങ്ങൾക്കറിയാം ഈസ്റ്റ് ഇന്ത്യ കമ്പനി യഹൂദന്മാരതാ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയല്ല ഇന്ത്യയിലേക്ക് വന്നത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇന്ത്യയിലേക്ക് വന്നത്. യഹൂദ ബാങ്കർമാരുടെ പണമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത്. ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇന്ത്യയെ നശീകരിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിരുന്ന മുഗളന്മാർ മുതൽ, വില പറച്ചിലിട്ടാ തോന്നുന്നു മുഗളന്മാരാണ് ആകെ പ്രശ്നം ഉണ്ടായി. അതിന്റെ മുമ്പ് ഇവിടെ നമ്മുടെ സാമൂത്തിനെയും വേണാട് രാജാവും തമ്മിൽ പെരുവടിയായിരുന്നു. അറിയില്ല നിങ്ങൾക്ക്, അതിനാണ് മാമാങ്കം എന്ന് പറയുന്നത്. ഇയാളെ ഈ സംഘപരിവാര കൊള്ള ചരിത്രമായിട്ട് വന്നിട്ട് മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള സംഘർഷമായിരുന്നു ഒക്കെ. അതിന്റെ മുമ്പ് ഇവിടെ യുദ്ധം ഉണ്ടായിട്ടില്ലേ? അശോകൻ ആരോടാ യുദ്ധം നടത്തിയത്? ചന്ദ്രഗുപ്ത മൗര്യൻ ആരോടാ നടത്തിയത്? കനിഷ്കൻ ആരോടാ യുദ്ധം നടത്തിയത്? ആര് തമ്മിലൊക്കെ ഇവിടെ സംഘടന നടത്തിയത്? ബാബർ വന്നത് എങ്ങനെയാ? ലോധിയോടാണ് ബാബർ. 1-ാം പാനിപ്പറ്റ് യുദ്ധം, 2-ാം പാനിപ്പറ്റ് യുദ്ധം ഇബ്രാഹിം ലോധിയുമായിട്ട് ഏറ്റുമുട്ടിയിട്ടാ വന്നത്. ഷേർഷാ സൂരി ഹുമയൂണിനെ തോൽപ്പിച്ചത് നാദിർ ഷാ അവിടുന്ന് വന്നിട്ടുള്ള, ഇറാനിൽ നിന്ന് വന്നിട്ടുള്ള. ഇതൊക്കെ വെറും പൊളിറ്റിക്സാ. ഇന്ന് കോൺഗ്രസും BJPയും CPM-ഉം അതുപോലെ SP-യും BSP-യും ഒക്കെ കളിക്കുന്നത് പോലെ അധികാരത്തിന് വേണ്ടിയുള്ള, അതിന് മതത്തിന് പങ്കൊന്നുമില്ല. അധികാരം കിട്ടിയവർ ആരാണോ അവർ പെരുങ്കളി കളിച്ചു എന്നുള്ളതല്ലാതെ. ഇതൊക്കെ മാറ്റിയിട്ട് ഇവര് പറയും എന്ത്? ഇവര് തമ്മിലാണ് കളി, ഹിന്ദുക്കളാണ്. ഇപ്പൊ മുഗളന്മാരും മുസ്ലിമീങ്ങളുമാണ് ഈ രാജ്യത്ത്. അതാണ് രാമക്ഷേത്രത്തിലൂടെയൊക്കെ അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. വംശീയവും വർഗീയവും സാമുദായികവും ഒരു നന്മയില്ല സംഘപരിവാറിന് പറയാൻ. ഈ രാജ്യത്തിന് വേണ്ടി ചെയ്ത എന്തെങ്കിലും ഒരു പുണ്യം പറയാൻ വേണ്ടേ? ഒരു കാര്യമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ വിഡ്ഢീകരിക്കപ്പെട്ട ആ സംഘം അസത്യങ്ങളിലും അധർമ്മങ്ങളിലും കയറിയിരുന്ന് കംസനെ കൃഷ്ണനാക്കി, രാവണനെ രാമനാക്കി, ഗോഡ്സെയെ ഗാന്ധിയാക്കി, വിശുദ്ധ പുണ്യാളന്മാരായി പ്രഖ്യാപിച്ച് കള്ളത്തരവും കാപട്യവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലം. ഇപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇന്ത്യ ആക്രമിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിരുന്ന ഇന്ത്യയെ തകർത്ത് തരിപ്പണമാക്കി. ഞാൻ പറഞ്ഞതറിയോ,
യഹൂദനാണ് ഇന്ത്യ വിഭജിച്ചത്, യഹൂദനാണ് ഗാന്ധിയെ കൊന്നത്, യഹൂദനാണ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അസുരവിത്താണ് ഇന്ത്യയിലെ സംഘപരിവാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ ഈച്ചിൻ ചക്കരയിട്ട് നിൽക്കും, ഉറപ്പ്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള അതിന്റെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചോ. ഒറ്റുകൊടുക്കലിന്റെ, കൂട്ടിക്കൊടുക്കലിന്റെ, അടിയറവിന്റെ എല്ലാ അവിഹിതങ്ങളും അനാശാസ്യങ്ങളും സമ്മതിച്ചു കൊടുത്തതിന്റെ ചരിത്രമുള്ള ഈസ്റ്റ് ഇന്ത്യ യഹൂദ ബാങ്കർമാരുടെ മുമ്പിൽ അടിയറ വെച്ച വാക്യങ്ങൾ പഠിച്ചോ. അങ്ങനെ അങ്ങോട്ട് പഠിച്ചിട്ട് ആ ഇന്ത്യയിൽ ഇപ്പോ പുതിയ കാലത്ത് ഇസ്രായേലിനെതിരെ ഉണ്ടാൻ പാടില്ല. 30 കോടി മുസ്ലിമീങ്ങളുള്ള ഇന്ത്യ കേരളത്തിൽ നടന്നിട്ടുണ്ട്. കേരളത്തിന്റെ ഗുണം, ഇന്ത്യയിലെ ഏറ്റവും നല്ല സംസ്ഥാനമാണ് കേരളം. ഒരു തെറ്റിദ്ധാരണയും വെക്കണ്ട. കേരളത്തിനെതിരെ സംസാരിക്കുന്ന കേരളത്തിലെ പരിവാർ മലയാളിയെ അകത്ത് നിന്ന് കുത്തിക്കൊണ്ടിരിക്കുന്നവനാണ്. ആങ്കർമാരുടെ ചർച്ചകളിൽ മുതൽ സാമൂഹിക അന്തരീക്ഷത്തിൽ വരെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായ കേരളത്തെ ഉത്തർപ്രദേശിനേക്കാൾ മോശമാണ്. ഉത്തർപ്രദേശാണല്ലോ ഇതിനേക്കാൾ മാതൃകാ സംസ്ഥാനം. യോഗിയുടെ അങ്ങോട്ട് പോയാൽ മതി നമ്മൾ പോകാൻ. അത്രയും നല്ലൊരു സംസ്ഥാനം ലോകത്ത് വേറുണ്ടാവില്ല. അറിയാം നിങ്ങൾ, വിദ്യാഭ്യാസത്തിൽ, സാക്ഷരതയിൽ, സാമൂഹിക ബന്ധങ്ങളിൽ, രാഷ്ട്രീയ മുന്നേറ്റങ്ങളിൽ എല്ലാറ്റിലും കടന്നു വന്നവർ. പക്ഷേ പ്രകടന മാഫിയ സംവിധാനങ്ങളെ മുന്നിൽ വെച്ച് സോഷ്യൽ മീഡിയ മുതൽ സിനിമ, സാഹിത്യ, സാംസ്കാരിക സംവിധാനങ്ങളടക്കം ഉപയോഗിച്ച് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായ കേരളത്തെ വിഡ്ഢീകരിക്കുന്ന, ഉറ്റുകൊടുക്കുന്ന പണി സംഘപരിവാർ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സുരേഷ് ഗോപിയൊക്കെ പറഞ്ഞു മോഡിന്റെ ടാങ്ക് വരണ ഒരു മോഡി യോഗി വരണ ഇവിടെയാണ് കേരളത്തില്. എന്തിനാണാവോ? അയാൾക്ക് നമ്പൂതിരിയായിട്ട് എനിക്കാനായിരിക്കും, അല്ലാതെ എന്തിനു വേണ്ടിയിട്ടാ വരേണ്ട കാര്യം? വേറെന്ത് കാര്യത്തിനാ അയാൾ വരേണ്ട കാര്യം? യോഗി യുപിയിൽ നടത്തുന്നതും കേരളത്തിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതും ഇത്രയും അവിശുദ്ധമായ സ്വപ്നങ്ങളുമായി അങ്ങനെ കേരളത്തിൽ നടന്നു. കേരളത്തിൽ അതിശക്തമായി ഞാൻ നിങ്ങൾ ഇസ്രായേലിനെതിരെ പറയുന്നുണ്ട്. പിന്നെ നടക്കാത്ത എവിടെയെന്ന് പറയുന്നത് സൗദിയിലില്ല, UAE-ലില്ല. ഇസ്രായേലിനെതിരെ പ്രകടനം നമ്മൾ പറഞ്ഞില്ല. അള്ളാന്റെ റസൂൽ ഉമർ ഖത്താബ് വന്നാലും പറയും പറ്റൂലട്ടാ. ഇവിടെ പറയാൻ പറ്റും, ഇവിടെ ഹൈബറും ഹന്തക്കൊന്നും പറ്റൂല. ഈ യഹൂദന്മാരായിട്ടുള്ള കച്ചവടക്കൊന്നും. പക്ഷെ എപ്പോഴും എന്നാലും നമ്മൾ അൽഹംദുലില്ലാ റാഹത്തുണ്ട്. ഈ പ്രാവശ്യം പഴയ പോലെ ഒന്നും അല്ല. സൗദി സമ്മതിക്കണില്ല. അപ്പോ UAE പോലും പരസ്യമായിട്ട് പറയണേ. അകത്തളങ്ങളിലൂടെ എല്ലാവരും പോയിട്ടുണ്ട്. ഒരു പണി എടുക്കേണ്ട കാര്യമില്ല. ഗൾഫ് രാജ്യങ്ങളെ പറഞ്ഞാൽ മതി, എണ്ണ തരൂല, ഇവിടുന്ന് വരില്ല ഒരു തുള്ളി എണ്ണ, ഞങ്ങൾ അവസാനിപ്പിക്കും പരിപാടി എന്ന് അറബ് രാജ്യങ്ങൾ പറഞ്ഞാൽ അന്ന് ഇസ്രായേൽ മൂക്കുകുത്തി വീടും. പക്ഷെ ധൈര്യമുള്ള സൗത്ത് ആഫ്രിക്ക പോയിട്ട് കോടതി കൊടുത്തു, ലോക കോടതിയിൽ. എന്താ അറബ് രാജ്യങ്ങൾക്ക് കഴിയാതിരുന്നത്? നട്ടലുള്ള, അന്തസ്സുള്ള, ഇസ്സത്തുള്ള എന്താണ് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ പതറേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല, നിരാശരാവേണ്ടതില്ല. നിങ്ങൾക്ക് പറയാമായിരുന്നു, എഴുന്നേറ്റ് നിൽക്കാമായിരുന്നു. ആ സൗത്ത് ആഫ്രിക്ക കയറിയിട്ടാണ് ലോക കോടതിയിൽ മൂക്ക് കൊണ്ട് ക്ഷാവരപ്പിച്ചത്. ആരെ? ഈ യഹൂദനെ, ബെഞ്ചമിൻ നെതന്യാഹുവിനെയും അവന്റെ സംവിധാനങ്ങളെയും. ഇവിടെ പ്രകടനമല്ല, ബാക്കി എല്ലായിടത്തും പ്രകടനമുണ്ട്. വൈറ്റ് ഹൗസിൽ പ്രകടനം. അറിയോ നിങ്ങൾ? വൈറ്റ് ഹൗസിൽ ബൈഡന്റെ 36 ഉദ്യോഗസ്ഥന്മാർ ബൈഡന്റെ മുമ്പിൽ വാകട്ടി വന്നു നിന്നു. ഫലസ്തീന് വേണ്ടി. അറിയോ നിങ്ങൾ? ഇസ്രായേലിന്റെ വത്തിക്കാനാണ് അമേരിക്ക. ഇസ്രായേലിൽ ഉള്ളതിനേക്കാൾ യഹൂദന്മാരുള്ളത് അമേരിക്കയിലാണ്. അമേരിക്കയിലെ അതിന്റെ ഓരോ മസ്തിഷ്കത്തിലും മനസ്സിലും വൃക്കയിലും ആമാശയത്തിലും പാൻക്രിയാസിലും ഒക്കെ യഹൂദരാ. അതുകൊണ്ട് അമേരിക്കക്ക് അതുകൊണ്ട് ഇസ്രായേലിനൊന്നും ചെയ്യാൻ കഴിയില്ല പെട്ടെന്നൊന്നും. കാരണം ശരീരത്തിൽ എയ്ഡ്സ് കയറിയ പോലെ, അതുപോലെ തന്നെ ക്യാൻസർ കയറിയ പോലെ ഇനി ഇറക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ ബൈഡനൊക്കെ എപ്പോഴും ഞാൻ ഈ സിയോണിസ്റ്റാണ്, നമ്മൾ യഹൂദരെ വേണ്ടി. കാരണം പ്രശ്നം എന്താ വെച്ചാൽ അമേരിക്കയുടെ എല്ലാ രഹസ്യവും യഹൂദൻ അറിയാം. ഇനിയിപ്പോ ഇന്ത്യ വളരും. ഇപ്പൊ ഇന്ത്യ വളരും. കാരണം ഇന്ത്യന്റെ പുറത്ത് കയറിയിട്ടുണ്ട്. നിങ്ങൾ സീതാബു സാഹിബ്, നമ്മുടെ മീഡിയ വണ്ണിലെ സീതാബു സാഹിബ് 2003 അങ്ങോട്ട് പോയിരുന്നു. എങ്ങോട്ട്? വെസ്റ്റ് ബാങ്കും ഗസയൊക്കെ കാണാൻ. അന്ന് അവിടെ ഭരിക്കുന്നത് ഇസ്മായിൽ ഹാനിയാണ്, അവിടുത്തെ പ്രധാനമന്ത്രി. അദ്ദേഹം ഇപ്പൊ ഖത്തറിലാണുള്ളത്. ഇപ്പൊ മൊസാദായിട്ടും ഇസ്രായേലായിട്ടും CCAയിട്ടും ഒക്കെ ചർച്ച ചെയ്യാനുള്ള ഹമാസിന്റെ രാഷ്ട്രീയ കാര്യ സമിതിയുടെ ചെയർമാൻമാരാണ് ഖാലിദ് മിഷലും ഇസ്മായിൽ ഹനിയയും ഖത്തറിൽ നിന്നുകൊണ്ട്. ആ ഇസ്മായിൽ ഹനിയ അന്ന് ഹമാസിന്റെ പ്രധാനമന്ത്രിയാണ് ഗസയിലെ. അദ്ദേഹം ദാവൂദ് സാഹിബിനോട് നടത്തിയ സംഭാഷണമുണ്ട്. ഇന്ത്യയും ഫലസ്തീനും തമ്മിലുള്ള ബന്ധം, മഹാത്മാഗാന്ധി മുതൽ രാജീവ് ഗാന്ധി വരെ ഫലസ്തീനിന്റെ കൂടെയായിരുന്നു 100% ഇന്ത്യ. 100% ഇന്ത്യ. പിന്നെ നരസിംഹറാവു വരികയാണ്. പിന്നൊരു വരവാണ്. നരസിംഹറാവു എന്ന് പറഞ്ഞാല് സംഘപരിവാറാണ്. സംഘപരിവാറിന്റെ വേഷം ആദ്യം കയറിയ കോൺഗ്രസിന്റെ ഉള്ളിലേക്കാണ്. നമ്മൾ പറയാതിരുന്നൊരു കാര്യമൊന്നുമില്ലല്ലോ. ഇന്ത്യയിലെ അധികാരത്തിലിരിക്കുന്നതിന്റെ ഉള്ളിലേക്ക് കയറുക, കോൺഗ്രസിന്റെ ഉള്ളിലേക്ക് കയറി കോൺഗ്രസിനെ തന്നെ ഉള്ളിന്ന് തുരന്ന് നശിപ്പിച്ച് ഇപ്പോ രാഹുൽ ഗാന്ധി
ശുദ്ധികലശം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവുന്നില്ല നമുക്കറിയാം. നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിനെ കുറിച്ചെല്ലാം പറയുന്നത്, ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് ഇപ്പോഴും കടന്നിട്ട് നട്ടം തിരിയാണ്. രാമക്ഷേത്രം എന്താണ്, നമ്മളല്ലേ ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളത് വെട്ടിത്തുറന്ന് പറയണ്ടേ? തട്ടിപ്പാണ്, ചതിയാണ്, അതിക്രമമാണ്. നമ്മളെ ട്രോളിലൊക്കെ വരുന്നത് പോലെ രാമനിപ്പോ പള്ളിപ്പറമ്പലാന്ന് പറഞ്ഞില്ലേ, സ്വന്തമായിട്ടൊരു സ്ഥലം പോലും ഇല്ല, വേറെ ആള് കൊടുത്ത സ്ഥലത്ത് നിൽക്കേണ്ട ഗതികേടിൽ. ഇതൊന്ന് സത്യസന്ധമായിട്ട് പറയണ്ടേ? സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയ ഓപ്പറേഷന് വേണ്ടി നടന്ന കാപട്യങ്ങളെ, കള്ളത്തരങ്ങളെ ധൈര്യപൂർവ്വം തുറന്നു പറയാൻ. അപ്പൊ നരസിംഹറാവുവിന്റെ വേറെ ഘട്ടമുണ്ട്. അതുവരെ വളരെ ക്ലിയർ ആയിരുന്നു കോൺഗ്രസ്. മഹാത്മാഗാന്ധി മുതൽ, മഹാത്മാഗാന്ധിന്റെ അടുത്ത് PR വിദഗ്ധന്മാര് വന്നിട്ടുണ്ട്. ആരെ? ഇസ്രായേലിന്റെ PR വിദഗ്ധന്മാര്. ഞങ്ങൾ ഗൊറ്റകളിൽ അടക്കപ്പെട്ടു, ഗ്യാസ് ചാമ്പറിലിട്ട് വേവിച്ചു, ഹിറ്റ്ലർ മുസോളിനിയൊക്കെ ഞങ്ങളെ കാർന്ന് കോർത്ത് തിന്നു തീർത്തു. ഞങ്ങൾ ആകെ അഭയാർത്ഥികളും അരക്ഷിതരും നാടില്ലാത്തവരുമൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ലോകത്തെ മുഴുവൻ ഈ PR വർക്കിന്റെ യജമാനന്മാരാണ് ഇവര്. സൂറത്ത് യൂസുഫ് ഉണ്ട്, നിങ്ങൾ പഠിച്ചു നോക്കിയാൽ മതി. സൂറത്ത് യൂസുഫിന് സ്വന്തം വാപ്പാനെയാണ് ഇവർ ആദ്യം PR വർക്ക് നടത്തി പറ്റിച്ചത്. അറിയാം നിങ്ങൾ? യൂസുഫ് നബി സ്വപ്നം കണ്ടല്ലോ, 10 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും സുജൂദ് ചെയ്യുന്നു. അപ്പോൾ ഇത് വാപ്പാനോട് പറഞ്ഞു, യാക്കൂബ് നബിയോട്. യാക്കൂബ് നബിന്റെ പേരാണ് ഇസ്രായേൽ എന്നുള്ളത് കേട്ടോ. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അബ്ദുള്ള എന്നാണ് അർത്ഥം, ദൈവത്തിന്റെ ദാസൻ എന്നാണ് അർത്ഥം. ഇസാഖ് നബിന്റെ മകൻ, ഇബ്രാഹിം നബിയുടെ പൗത്രൻ ഒക്കെയായ ഈ യാക്കൂബ് നബിന്റെ പേരാണ് ഇസ്രായേൽ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ 11ാമത്തെ കുട്ടിയാണ് ആര്? യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. 12ാമനാണ് ബെന്യാമീൻ. ആ ബെന്യാമീൻ നെതന്യാഹു എന്നാണ് പബ്ബന് പേരിട്ട് കൊടുത്തിരിക്കുന്നത്. ആ ബിനിയാമീൻ ഇതും തമ്മിലൊരു ബന്ധമില്ല കേട്ടോ, വേറെ സംഗതി. ബിനിയാമീൻ അടക്കമുള്ള 12, ആ 12ൽ നിന്നാണ് യഹൂദ വംശപാരമ്പര്യം തുടങ്ങുന്നത്. അതിൽ യൂസുഫ് നബി സ്വപ്നം കണ്ട് 10 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഒക്കെ വന്ന് സുജൂദ്. ഇത് വാപ്പാനോട് പറഞ്ഞു, വാപ്പ ഞാനിങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട്. വാപ്പ പറഞ്ഞു മിണ്ടണ്ട. വാപ്പാക്ക് ഇത് മനസ്സിലായി ഈ സ്വപ്നത്തിന്റെ രഹസ്യം എന്താണെന്നല്ലേ. എന്താ സംഭവം എന്ന് വെച്ചാൽ, മൂത്ത യഹൂദയ്ക്കും അതുപോലെ തന്നെ 10ാമത്തവനടക്കമുള്ള മൂത്തോർക്കല്ല യാക്കൂബിന്റെ പാരമ്പര്യം കിട്ടാൻ പോകുന്നത്, ഇസ്രായേലിന്റെ പാരമ്പര്യം ഇസ്ലാമിന്റെ പാരമ്പര്യം കിട്ടാൻ പോകുന്നത്. വേദഗ്രന്ഥങ്ങളുടെ പിന്തുടർച്ചയും അതിന്റെ അവകാശവും പ്രവാചകത്വവും ലഭിക്കുന്നത് ഈ യൂസുഫിനായിരിക്കും എന്ന് ആർക്ക് മനസ്സിലായി? യാക്കോബ് നബിക്ക് മനസ്സിലായി. പ്രവാചകന്മാർക്ക് പോലും എല്ലാം തിരിയില്ലല്ലോ, ഞാൻ ആർക്കാണ് വരിക എന്നുള്ളത് അല്ല തന്നെ തീരുമാനം. പക്ഷേ ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അതാണ്. അതുകൊണ്ട് ഇത് പറയേണ്ടെന്ന് പറഞ്ഞു. ഇത് മക്കളോട് ഇവരോട് പറഞ്ഞാൽ ഇവർക്ക് എന്നോട് പക നോക്കും. പക്ഷെ മറ്റത് മസോദ നല്ല തലമുള്ളവരാണ് ഈ 10 ഓലിരുന്ന് ആലോചിച്ച് വാപ്പാക്ക് ഇവനോടൊരു സിമ്പതി, ഒരു കൂടുതൽ പരിഗണന, ഓനെപ്പോഴും ഒരു സെക്യൂരിറ്റി, ഓനെ ഒരു പ്രത്യേക രീതിയിൽ നോക്കല്. അപ്പം അവരാലോചിരുന്ന് ആലോചിച്ചിട്ട് അവർക്ക് മനസ്സിലായി ഇത് പ്രശ്നം പിടുത്തം വിടാൻ പോവുകയാണ്. ഇനി നമുക്കല്ല ലോകഘടനയിൽ അധികാരം കിട്ടാൻ പോകുന്നത്, മറിച്ച് കിട്ടാൻ പോകുന്നത് യൂസുഫിനാണ്. അപ്പം അവരിരുന്ന് കൂടി ആലോചിച്ചു, യൂസുഫിനെ ശരിയാക്കണം, ഹമാസിനെ ഫിനിഷ് ചെയ്യാന്ന് പറഞ്ഞ പോലെ യൂസുഫിനെ ഫിനിഷ് ചെയ്യണം, യൂസുഫിനെ അവസാനിപ്പിക്കണം, ഓനിഞ്ഞ് വാപ്പാന്റെ മകനായിട്ട് ഇവിടെ ഉണ്ടാവരുത്. അങ്ങനെ അവർ കൂടിയിരുന്ന് ആലോചിച്ച് എന്നിട്ട് വാപ്പാന്റെ അടുത്തേക്ക് ചെന്നു. വാപ്പാ, ഞങ്ങൾ കാട്ടിക്ക് വേട്ടൊക്കെ പോകുന്നുണ്ട്, കാട്ടിൽ അഭ്യാസം നടത്തുന്നുണ്ട്, കാട്ടിൽ ഞങ്ങൾ വേട്ടയാടൽ നടത്തുന്നുണ്ട്, പലതും. ഇതൊക്കെ ഈ യൂസുഫിന് പഠിക്കണ്ടേ? യൂസുഫ് ഇങ്ങനെ കുട്ടിയായിട്ട് ഇതര നടന്നാൽ മതിയോ ഞങ്ങളൊക്കെ പോലെ? അപ്പൊ വാപ്പ പറഞ്ഞു, ഏതൊരു പിതാവിനുള്ള സങ്കടം. കാരണം ഇത് മഹാപാരമ്പര്യങ്ങൾക്ക് വേണ്ടി ചേർത്ത് നിൽക്കപ്പെട്ടിട്ടുള്ള മകനാണ്. ഇതിനെ കൊണ്ടുപോയിട്ട് അരക്ഷിതാവസ്ഥയിലാവരുത്, ചെന്നായ പിടിക്കും, കാട്ടിൽ അലഞ്ഞു പോകും, വഴി നഷ്ടപ്പെട്ട് തിരിച്ചു വരാൻ കഴിയാതെയാവും. ഞങ്ങൾ വലിയൊരു ഗാങ്ങാണ്, ഞങ്ങൾ ഇവിടെ ഉണ്ടാവുമ്പോ എന്താ യൂസുഫിന് പറ്റുക? സ്വന്തം വാപ്പാനെ PR വർക്ക് നടത്തിയിട്ട് തള്ളിയിട്ടു അവര്. എന്നിട്ട് യാക്കോബ് നബി വിട്ടു ഈ കുട്ടിനെ, കൂടെ കൊണ്ടുപോയിട്ട് അവർ ചെയ്ത പണി എന്താ? നിങ്ങളുടെ മദ്രസയെ പിടിച്ചില്ലേ ഈ കഥയൊക്കെ? കഥന്റെ കുട്ടൻസ് ഒന്നും എനിക്ക് നിങ്ങൾക്ക് തിരിയാത്തോണ്ട് കഥ കേട്ടിട്ട് നമ്മളിങ്ങനെ പോവും. ആ യൂസുഫിനെ കൊണ്ടുപോയിട്ട് പൊട്ടക്കിണറ്റിലിട്ടു. എന്തിനായിരുന്നു അവരിട്ടത്? എന്തായിരുന്നു അതിന്റെ പിന്നിലുള്ള പൊളിറ്റിക്സ്? ആ അധികാരത്തിന്റെ അകത്തളങ്ങളിലേക്ക്, പ്രവാചകത്വത്തിന്റെ പരമ്പരയിലേക്ക് യാക്കൂബ് പ്രവാചകന്റെ അടിസ്ഥാനങ്ങൾ ഞങ്ങളിലേക്ക് വരണം, സ്വന്തം മദിയനിലേക്ക് പോകരുത്. എന്നിട്ട് ഇട്ടിട്ട് കഥ തീർന്നില്ല. യാക്കോബ് നബിന്റെ ഷർട്ട് ഊരി വെച്ചിരുന്നു. എന്നിട്ട് ആ ഷർട്ട് ഒരു വലിച്ചു കീറി, ഒരാടിനെ അർത്ത്, എന്നിട്ട് അതിന്റെ ചോര പൂശി, എന്നിട്ടൊരു ചെന്നായ വേട്ടയാടി പിടിച്ചു, അതിന്റെ മുഖത്തും ഇതിലൊക്കെ ചോര പൂശി, എന്നിട്ട് അതിനെ മുളവടിയിൽ കെട്ടിയിട്ട് വൈകുന്നേരം BBC-യിൽ കരഞ്ഞ്, എന്താണ് നമ്മുടെ CNN-ൽ കരിഞ്ഞ്, ജനൻ TV-യിലും അതുപോലെ തന്നെ 24-ലും ഒക്കെ കരഞ്ഞ്, ബാലരമയിലും മനോരമയിലും ഒക്കെ കരഞ്ഞ്, ലോകത്തുടനീളമുള്ള മീഡിയകളിലും നേതാക്കന്മാരുടെ മുമ്പിലും ഒക്കെ കരഞ്ഞിട്ട്, ഇതാണ് ഹമാസ്, യൂസുഫിനെ കൊന്ന ഹമാസാണിത് എന്നും പറഞ്ഞിട്ട് സ്വന്തം വാപ്പാന്റെ അടുത്തേക്ക്. അറിയോ നിങ്ങൾ? വൈകുന്നേരം യൂസുഫിലും യൂസുഫിന്റെ സഹോദരന്മാരിലും വലിയ പാഠങ്ങളുണ്ട് നിങ്ങൾക്ക് എന്ന് പറയുന്നു. ഖുർആൻ പറഞ്ഞു, കള്ളരക്തവുമായി പോൾ ഹാർബർ സെപ്റ്റംബർ 11, അതുപോലെ തന്നെ നിങ്ങൾ വാലാക്കോട്ട ആക്രമണം, അതുപോലെ തന്നെ നമ്മുടെ പാർലമെന്റ് ആക്രമണം, യഹോവ സാക്ഷികളെ കൊന്ന മാർട്ടിൻ, അതുപോലെ തന്നെ മാവോയിസ്റ്റുകൾ, ലോക ഭീകര സംഘ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ട് അത് ഭീകര ടെററിസ്റ്റുകൾ കേൾപ്പിച്ചു. ചെന്നൈയാണ് ടെററിസ്റ്റ്,
ഹമാസാണിത്, ഇതാണ് ഭീകരൻ, ഇതാണ് ഇതിന്റെ ചരിത്രം. ഇങ്ങനെ PR വർക്ക് നടത്തി, സ്വന്തം വാപ്പാനെ PR വർക്ക് നടത്തി തള്ളിയിട്ട സമൂഹമാണ് അവര്. പിന്നെ അവരെ ഗാന്ധിന്റെ അടുത്ത് വന്നു. ഗാന്ധി പറഞ്ഞ് ഫലസ്തീനികൾക്ക്, ഇന്ത്യക്കാർക്ക്, ബ്രിട്ടീഷ് അന്ന് ലോകത്ത് ഇസ്രായേലിന്റെ PR വർക്കിന് നിന്നുകൊടുക്കാത്ത അപൂർവ നേതാക്കന്മാരിലാണ് മഹാത്മാഗാന്ധി. എനിക്ക് തോന്നുന്നു അന്ന് തന്നെ ഇസ്രായേൽ അതിനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് തുടങ്ങിയ യഹൂദൻ വളരെ ആഴത്തിൽ മഹാത്മാഗാന്ധിയെ കൊല്ലുക എന്നുള്ളതിന്റെ അണ്ടർഗ്രൗണ്ട് പോലും വർക്ക് ചെയ്തത് യഹൂദനായിരിക്കും. കാരണം RSS അതിന്റെ പിമ്പാണ്, ഇസ്രായേലിന്റെ പിമ്പാണ്. യഹൂദ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉൽപ്പന്നമാണ് ഇന്ത്യയിലെ സംഘപരിവാർ എന്ന് പറയുന്നത്. അതിന്റെ അപ്പുറത്തുള്ള ചരിത്രം അതിനുണ്ട്, അതിലേക്ക് നമ്മളിപ്പോൾ കടന്നു പോകണില്ല. ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇസ്മായിൽ അനി അതും ഒക്കെ പറഞ്ഞിട്ട് ബാക്കി കാര്യം, ഹമാസിന് ദീർഘദർശനം ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല അടയാളമാണ് കേട്ടോ. അന്ന് അദ്ദേഹം പറഞ്ഞു, ഇസ്രായേലിൽ എപ്പോഴും ഒരു കഴുത വേണം, കഴുതപ്പുറത്താണ് ഇസ്രായേൽ പോവുക. സോവിയറ്റ് യൂണിയനാണ് ആദ്യത്തെ കഴുത. അതിൻ്റെ പുറത്ത് കയറി അവിടുന്ന് ഈ യഹൂദന്മാർ ശൂന്യാകാശ ഗവേഷണവും ആയുധവും ആറ്റം ബോംബും ഒക്കെ പഠിച്ചിട്ടാണ് അമേരിക്കയെ കൊണ്ടുപോയിട്ട് ഇതൊക്കെ കട്ട് വിറ്റ് കാശാക്കിയതുപോലെ. അറിയാം നിങ്ങൾ, ഇനിയിപ്പോൾ അത് ഇന്ത്യക്ക് വെക്കാൻ പോവുകയാണ്, ഇന്ത്യയിലേക്ക് വരും. ഇന്ത്യ നല്ലോണം വികസിക്കും, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വികസനമാണ്. കാരണം ഇന്ത്യയും ഇസ്രായേലുമാണ് ഇനി വരാൻ പോകുന്നത് കളിക്കളത്തിലേക്ക്. ഞാൻ പറഞ്ഞത് അവിടുന്ന് പോയി. പിന്നെ ബ്രിട്ടനാണ് വളരുന്നത് കണ്ടപ്പോൾ അതിൻ്റെ പുറത്തേക്ക് കയറി. ബ്രിട്ടനെ കഴുതയാക്കിയ ആ ബ്രിട്ടനാണ്. ആരാണ് ഇസ്രായേലിന്റെ തന്താന്ന് ചോദിച്ചാൽ നമ്മൾ പറയണ്ടേ, ഇസ്രായേലിനെ ആരുണ്ടാക്കി, ഇസ്രായേൽ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അതിന് നേതൃത്വം വഹിച്ച കാരണം വരെ ബ്രിട്ടനാ, അന്നത്തെ ലോകശക്തി മൂപ്പര. അതിന്റെ പുറത്താണത് കയറി. കാരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആസ്ഥാനം ബ്രിട്ടനായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് യഹൂദ ബാങ്കർമാരുടെ ഏറ്റവും അപകടകരമായ സാമ്പത്തിക അധിനിവേശ അധികാരത്തിന്റെ അതിഭീകര അടയാളമായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ആ ബ്രിട്ടനെ അവർ പൈസ കൊടുത്തിട്ട് വരുതിയിലാക്കി. അങ്ങനെ ബ്രിട്ടനെ മുടിയെന്ന് കണ്ടപ്പോൾ പിന്നെ അമേരിക്കന്റെ പുറത്ത് കയറി. എന്നിട്ട് ഇസ്മായിൽ അനിയ പറഞ്ഞു, ഇപ്പോൾ അമേരിക്കന്റെ പുറത്തുനിന്ന് ഒരു കാലം ഇറക്കി വെച്ചിട്ടുണ്ട്, ഒരു കാല് വെച്ചിരിക്കുന്നത് ഇപ്പം ഇന്ത്യൻ്റെ പുറത്തേക്കാ, ഭാരതത്തിലേക്ക്, സംഘപരിവാരത്തിൻ്റെ പുറത്തേക്ക്. സംഘപരിവാരം ഇപ്പം ഇസ്രായേലിൻ്റെ പുറത്ത്. അതുകൊണ്ട് ഇന്ത്യയിൽ വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ഉറപ്പിച്ചോ, ഇസ്രായേലിൻ്റെ പണമൊക്കെ ഇവിടെ വരും. അമേരിക്കയിൽ നിന്ന് പോലും അടി വലിച്ചിട്ട് പോലും പണം ഇവിടെ കൊണ്ട് നടക്കും. ഇപ്പം അദാനിക്ക് ഇറക്കണ പണം പോലും മിക്കവാറും, കാരണം ഹൈഫയിലെ തുറമുഖം, അതുപോലെ തന്നെ വിഴിഞ്ഞത്തെ തുറമുഖം, ലോകത്തെ അങ്ങനെ സുഗമമായിട്ട് ഇതൊക്കെ തുറക്കണമെങ്കിൽ ഇസ്രായേലിൻ്റെ നെറ്റ്വർക്ക് ഇല്ലാതെ, ഇസ്രായേലിൻ്റെ സാമ്പത്തിക പിൻബലമില്ലാതെ ലോകത്തെ അസാമാന്യമായ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. വെറും ടാറ്റയും ബിർലയൊക്കെ അവിടെ നോക്കുകുത്തിയായിട്ട് നിൽക്കുമ്പോഴാണ് അംബാനി എന്തുപോലെ പാപി ഫന പോലെ വളരുന്നു പറഞ്ഞ പോലെ കോവിഡ് കാലത്ത് നമ്മളൊക്കെ തലകുത്തി തകർന്ന് തരിപ്പണമായപ്പോ 10,000 മടക്ക് വളർച്ച. ആർക്ക്? ഇതിന്റെ പ്രശ്നം ഇസ്രായേലിന്റെ പണം. ഇസ്രായേൽ ഇപ്പൊ ഇന്ത്യയിലേക്ക് കാലുത്തിയിട്ടുണ്ട്. ഇപ്പോഴല്ല, ഒരുവിധ എല്ലാ ഉപദേശങ്ങളും സംഘപരിവാറിനെ നടത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണം, ഇന്ത്യയുടെ പോലീസ്, ഇന്ത്യയുടെ മീഡിയ, ഇന്ത്യയുടെ കോടതി, ഇതിന്റെയൊക്കെ പിന്നാമ്പുറങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കോപിക്കപ്പെട്ടവരുടെ ഒരു മാർഗമുണ്ട്. അവരുടെ പൊളിറ്റിക്സ്, അവരുടെ മതം, അവരുടെ സാഹിത്യം, അവരുടെ സാമ്പത്തികം, അവരുടെ സദാചാരം, ജെൻഡർ ന്യൂട്രാലിറ്റി കയ്യിൽ വരും. ഇസ്രായേലാണത്. നിങ്ങളെ കുട്ടീൻ്റെ തല മുടി പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇസ്രായേൽ തലയിൽ കയറിയിരിക്കണമെന്ന്. അങ്ങനെ ഉണ്ടല്ലോ, അള്ളാന്റെ റസൂലിന്റെ സുന്നത്തൊന്നും അല്ലാത്തൊരു മുടി കൈപ്പങ്ങൊക്കെ പന്തലിട്ട മാതിരി ഓനിങ്ങനെ ആകെ കൂടി നടക്കുക. അപ്പം നിങ്ങൾ മനസ്സിലാക്കിക്കോ. കാരണം ഇസ്രായേലാണ് ഹോളിവുഡ്. ആ ഹോളിവുഡാണ് ബോളിവുഡിന്റെ ഇമാമ്, ബോളിവുഡാണ് മോളിവുഡിന്റെ ഇമാമ്. മോളിവുഡിന്റെ പിന്നിലാണ് മലയാളിവുഡും പോയിക്കൊണ്ടിരിക്കുന്നത്. ദുൽഖർ സൽമാനും മമ്മൂട്ടി മോഹൻലാലും എമ്പുരാനും തമ്പുരാനും അതുപോലെ തന്നെ ഭീഷ്മാചാര്യരൊക്കെ പോണത് അതിന്റെ ബേക്കല. നെറികെട്ട നാറിയ സെലിബ്രിറ്റികളെ വെച്ച് മനുഷ്യനെ വിഡ്ഢികളാക്കുന്ന മഹാപ്രവാചകന്മാരുടെ ദർശനങ്ങളിൽ നിന്ന് മനുഷ്യനെ അട്ടിമറിക്കാൻ കപടരൂപങ്ങളെ പ്രതിഷ്ഠിച്ച് കൊണ്ടുവരുന്ന ഇസ്രായേലിന്റെ നമ്മുടെ കുട്ടിന്റെ തലവും കുട്ടിയെ പാൻ്റൊക്കെ ഇട്ടിട്ട് നമ്മളെ പെൺകുട്ടി എടുക്കണല്ലേ. ഇപ്പോൾ ആണ് ജെൻഡർ ന്യൂട്രാലിറ്റി, ആണും പെണ്ണും ഒരേ കോലത്തില്. ഇതൊക്കെ ഇസ്രായേലിന്റെ കളിയാണ്. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് ഇസ്രായേൽ അധികാരം നടത്താത്തൊരു ഭാഗമല്ല. വിദ്യാഭ്യാസം അതാണ്, സമ്പത്ത് അതാണ്. ഇസ്രായേൽ ഖുർആൻ പറഞ്ഞതാ, എല്ലായിടത്തും നിങ്ങളെ ഫസാദ് ഉണ്ടാക്കും, എല്ലാറ്റിനും നിങ്ങളെ കുഴപ്പത്തിലാക്കും. ലോകം മുഴുവൻ അതിക്രമങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന പ്രവർത്തകരാണ് നിങ്ങൾ. യുദ്ധങ്ങൾക്ക് തിരികൊളുത്തുന്നവർ. എല്ലാ യുദ്ധങ്ങളുടെയും അണ്ടർഗ്രൗണ്ട് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടതാ. ഓല് നേരിട്ട് യുദ്ധം ചെയ്യില്ല. അവര് പാകെ കുടുങ്ങിയത് ഇവിടെയാണ്, ഇസ്രായേലിൽ മാത്രം. ബാക്കിയുള്ളവർക്ക് അമേരിക്കനെ കൊണ്ട് യുദ്ധം ചെയ്യിക്കും, ബ്രിട്ടനെ കൊണ്ട് യുദ്ധം ചെയ്യിക്കും, ഇന്ത്യയെ കൊണ്ട് യുദ്ധം ചെയ്യിക്കും, ആഫ്രിക്കയെ കൊണ്ടും ഇറാനെ കൊണ്ടും ഇറാഖിനെ കൊണ്ടും ഒക്കെ യുദ്ധം ചെയ്യിക്കും. സകല യുദ്ധങ്ങളും എല്ലാ യുദ്ധങ്ങളുടെയും ഖുർആൻ ഇതൊന്നും ഇപ്പൊ വെറുതെ പറയില്ലല്ലോ. യുദ്ധരാട്ട്. കാരണം ആയുധ കച്ചവടത്തിന്റെ തലതൊട്ടപ്പന്മാർ ഏറ്റവും മാലിന്യങ്ങളാണ് വരുത്തുന്ന പലിശ കച്ചവടം, ഷെയർ മാർക്കറ്റ്, ആയുധ കച്ചവടം, സെക്സ് പോർണോഗ്രാഫി, ലോകത്തിലെ എല്ലാ തിന്മകളുടെയും ആസുരഭാവമാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന അതിന്റെ കള്ള മുതലാളിമാർ. അവരൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്യാ? ഇന്ത്യന്റെ പുറത്ത് കയറിയാൽ
ഇന്ത്യ വളരെ ഉഷാറായിട്ട് മുന്നോട്ട് പോകും. ഇന്ത്യയിൽ ഇനിയിപ്പോൾ ശൂന്യാകാശത്തൊക്കെ നല്ല പോകും ഇന്ത്യ. കാരണം നാസൻ്റെ അടുത്തുനിന്ന് നാസയിലുള്ളത്, CIA അതുപോലെ തന്നെ സൈനിക രംഗത്തുള്ളത്, മീഡിയ രംഗത്തൊക്കെ ഉള്ളത് യഹൂദന്മാരാണ് അവിടെ 80%. ഈ ഇസ്രായേലിനെ ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കും. ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണ പറയലുണ്ട് ഭയങ്കരമാണ്. നമ്മൾ പറഞ്ഞല്ലോ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ബാലരമ മുതൽ പെൻഗിൻ ബുക്സ് അടക്കം നമ്മൾ മുമ്പിൽ എഴുതും. BBC മുതൽ ജനൻ TV അടക്കം പറയും. കുരുക്ഷേത്ര പ്രകാശിന്റെ ഒക്കെ പുസ്തകങ്ങളുണ്ട്. 6 രാജ്യങ്ങളെ ഇസ്ലാമിക ഭീകരതയൊക്കെ നേരിടാൻ പറ്റുന്ന സംഘമാണ് ആര്? ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇസ്രായേലിന് എന്ത് ധൈര്യമാണുള്ളത്? ഇസ്രായേൽ എന്താ ചെയ്യാന്ന് പറയുന്നത്? പണം ഉണ്ടാക്കും. എവിടെ വന്നാലും പണം ഒരു നെയ്തെടുക്കും. ഇന്ന് ലോകത്തിലെ നമ്മുടെ എന്താണ് അംബാനിയുടെ 10,000 മടങ്ങ് കാശുള്ള കുടുംബമുണ്ട് അമേരിക്കയില്, യഹൂദ കുടുംബം. പക്ഷെ വ്യക്തിയുടെ പേരിലല്ല, കുടുംബത്തിന്റെ പൊതുസ്വത്താണത്. അവരുടെ പണമാണ് ലോകത്തിലെ വ്യത്യസ്ത കമ്പനികളിലും സിനിമാ രംഗത്തും ബാങ്കർമാരും അതുപോലെ തന്നെ മീഡിയ രംഗത്തും ലോകത്തെ അവിഹിതമായ എല്ലാ പ്രവർത്തനങ്ങളിലും പണം നിക്ഷേപിച്ച് എവിടെ വന്നാലും പൈസയാണ് അവരുണ്ടാക്കുക. പണം നല്ലോണം ഉണ്ടാക്കും. പൈസന്റെ മേലെ പിന്നെ ആരാ പോവുക? ഒരാളും പോവില്ല. പൈസ കൊടുത്തിട്ട് ഇവരെന്ത് ചെയ്യും? എല്ലാവരും വിലക്കെടുക്കും. അള്ളിയും റസൂലും രാമനും കൃഷ്ണനും മുഹമ്മദ് നബിയും പരലോകമൊന്നും ഇല്ലെങ്കിൽ പിന്നെ പണത്തിന്റെ മേലെ പരുന്ത് പോകില്ല എന്നാ. അപ്പൊ പിന്നെ ഏത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും BJP ഇന്ത്യയും പാകിസ്ഥാനും അമേരിക്കയും ഒക്കെ എന്ത് ചെയ്യും? പണം കിട്ടുന്നുണ്ടാല് കിടന്നു കൊടുക്കും. നമ്മളടുത്ത് വരും സിനിമമ്പാടെ, നിങ്ങൾക്ക് എന്താ, നിങ്ങൾ ഇസ്രായേലിനെതിരെ ഇങ്ങനെ പ്രശ്നിച്ച് കിടക്കണത്, നിങ്ങൾക്ക് ഒരു ഏർപ്പാട് ചെയ്തൂടെ? നിങ്ങൾക്ക് ഷെക്കല് വേണോ, അല്ലെങ്കിൽ ദീനാറ് വേണോ, ദിർഹമോ? ഞാൻ ചെറുതാട്ടോ, എന്നെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. കാര്യപ്പെട്ട ആളെടുത്ത് വരും, ഏതെങ്കിലും പാർട്ടിയിലും സംഘടനയൊക്കെ ഉള്ളതിനെ. പണ്ട് ഈ മരം വെട്ടാൻ തുടങ്ങിയപ്പോൾ ഒരു കഥ പറയലുണ്ട്. മരങ്ങൾ വനം നശിപ്പിക്കപ്പെടാൻ തുടങ്ങി. അപ്പൊ ചെറിയ മരങ്ങളൊക്കെ ചെന്നിട്ട് കേസ് പറഞ്ഞു. ആരോട്? വലിയ മരത്തിനോട്, നേതാവിനോട്. ഇതാ നമ്മളെ അതിർത്തിയിലൊക്കെ വെട്ടു തുടങ്ങിയിട്ടുണ്ട്, എല്ലാ മരവും വെട്ടാൻ തുടങ്ങി. അതൊരിക്കലും നടക്കൂല, നമ്മളാരും വെട്ടൂല, നമ്മളെ വെട്ടി നശിപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല. അല്ല, ഉറപ്പ് നടക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്നാ നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും അവിടെ ഉണ്ടാവും. ഒന്നെങ്കിൽ സൗദി ഉണ്ടാവും, അല്ലെങ്കിൽ UAE ഉണ്ടാവും, അല്ലെങ്കിൽ ഈജിപ്ത് ഉണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ അവിടെ ഇല്ലാതെ ഈ പരിപാടി നടക്കൂല. ഇതൊന്ന് പോയോക്കെന്ന് പറഞ്ഞ് അതിൽ ചെറിയ മരങ്ങൾ ഓടി. നമ്മളെ കൂട്ടത്തിൽ നിന്ന് ആരും പോയാൽ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ചെന്ന് നോക്കുമ്പോൾ വെട്ടാൻ ഉപയോഗിക്കുന്ന മഴുവിന്റെ പിടി മരമാണ്. കോടാലിയുടെ ആ സാധനം ഉണ്ടല്ലോ, അത് മഴുവാണ്, അത് മരമാണ് എന്നതുപോലെ വിലക്കെടുത്ത് പ്രലോഭിപ്പിച്ച് പേടിപ്പിച്ച് വ്യക്തികൾക്ക് കാശും പെണ്ണും കള്ളും പദവിയും ദീനാറും ദിർഹമും ഒക്കെ വാഗ്ദാനം ചെയ്ത് ലോകത്തെ എല്ലാ വ്യക്തികളിലും സംഘടനകളിലും പാർട്ടികളിലും പാർലമെന്റുകളിലും ഉദ്യോഗസ്ഥന്മാരിലും ഒക്കെ പണം കൊണ്ട് നുടഞ്ഞ് ഇഴഞ്ഞ് കയറി ആഭ്യന്തര കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന സംഘമാണ് ഇസ്രായേൽ. അല്ലാതെ ഇസ്രായേൽ നേരിട്ട് വന്നിട്ട് ഒരക്രമം അങ്ങോട്ട് 6 ദിവസം കൊണ്ട് 6 രാജ്യങ്ങൾ, ജോർദാന്, ഫലസ്തീന്, സിറിയ, ലബനാന്, ഈജിപ്ത്, സൗദിയൊക്കെ അടങ്ങണ ആ ടീമിന് 6 ദിവസം കൊണ്ട് തോൽപ്പിക്കുക. നമുക്കുറപ്പ് ഓലപ്പുള്ളവരെ ഇവന്റെ കൂടെ ഉണ്ടാവും. അതുകൊണ്ടാണ് അന്ന് തോറ്റത്. എന്താ? ഹമാസ്, ആ തൊട്ടു മുമ്പിലുള്ള ഹമാസ്. നേരത്തെ ഷുഹൈബ് സാഹിബ് പറഞ്ഞല്ലോ, ഇസ്രായേലിന്റെ ആ 6-ാം തീയതി നമ്മുടെ വരാണ്ട് 7-ാം തീയതിയാണ് കയറിയല്ലോ ഹമാസ്. അങ്ങോട്ട് കയറി. അന്ന് ഈ അടുത്ത് ടണലിൻ്റെത് വന്നിരുന്നു. അമേരിക്ക ഇസ്രായേൽ യുദ്ധം തുടങ്ങിയ ഉടനെ തന്നെ ഒരു മാസം കഴിഞ്ഞപ്പം വലിയ ടണലൊക്കെ ഇവർ പിടിച്ചിട്ട് ഇസ്രായേൽ ആ ടണൽ ഇതാ ടണൽ അത്ഭുതകരമാണ്. ടണലിന്റെ വലിപ്പമൊക്കെ അപ്പോൾ വിശദീകരിക്കണത് ഭയങ്കരമാണ്. 6 ഫുട്ബോൾ മൈതാനങ്ങളുടെ വലിപ്പമൊക്കെ ഉണ്ട്. ഭൂമിന്റെ അടിയിൽ ഉണ്ടാക്കിയ സ്ഥലം കിലോമീറ്ററുകളാണ്. ഉള്ളിൽ കൂടെ വണ്ടി അടക്കം പോകും. നല്ല വൈദ്യുതി, AC, മുനിസിപ്പാലിറ്റി ഒക്കെ ഉണ്ട്. ഇതൊക്കെ കേട്ടാൽ നമുക്ക് ഉറപ്പായി ഹമാസ് അത്യധികം സംവിധാനമുള്ള ഒരു സംഘാണത്. ഇങ്ങോട്ട് ഒരു ടണൽ പിടിച്ചു, ഇതാ കണ്ടോളൂ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും അങ്ങോട്ട് കൊണ്ടുവന്ന്. അപ്പൊ അബൂബൈദ പിറ്റേന്ന് പത്രസമ്മേളനം നടത്തി. അദ്ദേഹം വന്നിട്ട് പ്രഖ്യാപിച്ചു, അതേ ഞങ്ങൾ അന്ന് ഒക്ടോബർ 7-ന് അങ്ങോട്ട് കയറി വരാൻ വേണ്ടി ഉണ്ടാക്കിയ ടണലാ. ആ പണി അതോടുകൂടി ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. ആ ടണലിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അവിടെ വരെ കുളിക്കുകയോ മൂത്രയിക്കുകയോ എന്തോ ആണെങ്കിലും നിങ്ങൾ ചെയ്തോ, അത് നിങ്ങൾക്ക് അതിന് വേറെ പ്രശ്നങ്ങൾ. ഉള്ള കക്കൂസ് ടാങ്ക് മുഴുവൻ ടണലാന്ന് എഴുതിയിട്ട് പരിശോധിച്ചു ഇവന്മാര്. കാരണം ടണല ഇസ്രായേലിന്റെ പട്ടാളക്കാർ വന്നിട്ടേ ഇസ്രായേൽ അവിടെ കാണണ ഓരോ ടാങ്കും ആശുപത്രിന്റെ ഇടയില്, പള്ളിന്റെ ഇടയില്, അഭയാർത്ഥി ക്യാമ്പിലെ ഒക്കെ വന്നിട്ട് എല്ലാം പരിശോധിച്ചു എവിടെയാണ് ടണൽ. അങ്ങനെ പോയി ഓരോന്ന് നോക്കിയിട്ടും അങ്ങോട്ടാ ഞാൻ പറഞ്ഞത് ഒക്ടോബർ 7-ന് ഐതിഹാസികമായിട്ട് ഈ മഹാസംഘത്തെ നേരത്തെ പറഞ്ഞല്ലോ, ഈച്ചയും പൂച്ചയും കാക്കയും പാറ്റയും ഒന്നും കയറിയാൽ പോലും അതൊക്കെ റഡാറിൽ ഫിൽറ്റർ ചെയ്ത് സ്കാൻ ചെയ്ത് അറിയുന്ന ഇസ്രായേല്, നമ്മുടെ ഇന്ത്യക്കും അറബികൾക്കും ഒക്കെ ആയുധം വെക്കുന്ന ഇസ്രായേല്, അമേരിക്കക്കടക്കം രഹസ്യാന്വേഷണം വിറ്റുകൊടുത്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേല്. പക്ഷെ ഹമാസ് കയറിയപ്പോൾ അറിഞ്ഞില്ല. ഒക്ടോബർ 7-ന് ഏറ്റവും നല്ല സംഗതി എന്താണെന്ന് വെച്ചാൽ, ഹമാസ് എന്ന് പറയുന്ന ഈ ഇസ്രായേൽ എന്ന് പറയുന്ന വെള്ളാനുണ്ടല്ലോ, ഈ വിശുദ്ധ പശു, ഈ വെള്ളരിക്ക പട്ടണം, അതിൻ്റെ എല്ലാ ഷർട്ടും ഇസ്രായേലിൻ്റെ അഴിച്ചു നമ്മുടെ മുമ്പിലേക്ക്. നിങ്ങളെ അങ്ങനെ കാണുന്ന പോലെ ഇത് പുണ്യാളനൊന്നുമല്ല, ഇത് മണവാളനും മിശിഹായും തമ്പുരാനും ജനാധിപത്യവും സെക്യുലറിസം രാമനും മുഹമ്മദും ഇസ്ലാമും ഒന്നുമല്ല. ഇത് ശൈത്താനാണ്, ഇത് താഗൂത്താണ്. ഇതിന്റെ തേറ്റയും ഇതിന്റെ നംശ്രങ്ങളും ഇതിന്റെ മനസ്സിന്റെ നെറികേടുകളും ഒക്കെ കാണണമെങ്കിൽ
എന്താ നിങ്ങൾ കാണണം. ഇസ്രായേലിനെ എങ്ങനെ വെള്ളപൂശി. ഒക്ടോബർ 7 വരെയുള്ള കാലാവസ്ഥ എന്തായിരുന്നു നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? നമ്മുടെ ഇവിടെ G20 എവിടെ? നരേന്ദ്രമോദി അധ്യക്ഷൻ, മുതലാളിമാര്, ക്യാപിറ്റലിസ്റ്റുകളൊക്കെ കൂടിയേക്കോ. ക്യാപിറ്റലിസ്റ്റ് ആണല്ലോ മേധാവി. അവരെല്ലാരും കൂടി അതിലാരാ പിന്നെ മുഖ്യാതിഥി? മുഹമ്മദ് ബിൻ സൽമാൻ, പിന്നെ ആരാ? മുഹമ്മദ് ബിൻ സയ്യിദ്, പിന്നെ അബ്ദുൾ ഫത്താഹ് സീസി, പിന്നെ മിസ്റ്റർ അമേരിക്ക, പിന്നെ ഇസ്രായേൽ ബെഞ്ചമിൻ നെതന്യാഹു. ഓലൊക്കെ കൂടി ഭയങ്കര കരാറ്. ഇങ്ങേ കൂടി പോയിട്ട് ഗുജറാത്തിൽ നിന്ന് തുടങ്ങി ഇസ്രായേൽ വഴി യൂറോപ്പിലേക്ക് പുതിയ ഇടനാഴി എന്നൊക്കെ പറഞ്ഞിട്ട് ബിസിനസിന്റെ മഹാമാസ്മരിക ലോകം. സൗദിക്ക് എന്താ പ്രശ്നം? ഖുർആൻ കണ്ടതായിട്ട് പറഞ്ഞതാ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ ഔലിയാ വൻ നസാറ ഔലിയാ ലാ തത്തഖിദുൻ നസാറ വൽ യഹൂദ വൻ നസാറ ഔലിയാ ബഅദുകും മിൻ ബഅദ്. നിങ്ങൾ ഒരിക്കലും അവരെന്ത് ചെയ്യരുത്. ഇതെല്ലാ യഹൂദന്മാരെ കുറിച്ചല്ലോട്ടോ ഈ പറയുന്നത്, എല്ലാ ക്രിസ്ത്യാനികളെ കുറിച്ചൊന്നല്ല പറയുന്നത്. മറിച്ച് അധികാരത്തിലും പദവിയിലും സമ്പത്തിലും നിങ്ങൾ പങ്കാളികളാക്കരുത്. ആരെ? ബെഞ്ചമിൻ നെതന്യാഹുവിനെ, ബൈഡനെ, നരേന്ദ്രമോദിയെ, ഈ സംഘപരിവാരത്തെ, ലോകത്തെ സിയോണിസ്റ്റ്, ഇമ്പീരിയലിസ്റ്റ്, ക്യാപിറ്റലിസ്റ്റ് സംഘങ്ങളെ നിങ്ങൾ കൂട്ടുപിടിക്കരുത്. ഖുർആൻ പറഞ്ഞതാ, നിങ്ങൾ ആരെങ്കിലും ഓരെ കൂട്ടുപിടിച്ചാൽ നിങ്ങൾ ഓലിൽപ്പെട്ടവർ. അത് ഖുർആൻ പറഞ്ഞതാ. കയ്യട്ടലും കുനുത്തിലൊക്കെ നമുക്ക് തർക്കമുണ്ടാവും. പക്ഷെ ഈ ആയത്തൊന്ന് ഓതിയാൽ നിങ്ങൾക്ക് തർക്കിക്കാൻ ഒരു പഴുതുമില്ല ഇസ്രായേലിനോട്. അങ്ങനെ ലോക ഇടനാഴി, ബിസിനസ് ഇടനാഴി, യൂറോപ്പിന്, അറബ് രാജ്യങ്ങളിലെ പലതിനെയും ഒറ്റപ്പെടുത്തി ഇസ്രായേലിന് സുഗമമായ വഴിതളി. അങ്ങനെ ഇസ്രായേല് എന്താ ചെയ്യാ? കള്ളൻ പോലീസുകാരുടെ ഇടയിൽ കൂടെ ഇങ്ങനെ കയറി. ഇവരൊക്കെ കള്ളന്മാർ തന്നെയാണ്. വലിയ കള്ളൻ ചെറിയ കള്ളന്മാരുടെ ഇടയിൽ കൂടെ വന്നിട്ട് പോലീസായിട്ട് നിൽക്കുക. അങ്ങനെ വലിയ സ്ഥാനം പദവിയൊക്കെ നേടി മൂപ്പരെങ്ങനെ ബിസിനസ് ആയിട്ടൊക്കെ വളരാൻ ആ ബലൂണിനെ പോയിട്ട് ഒരൊറ്റ കുത്തലാണ്. ആര്? ഈ ഹമാസ്. പിന്നെ ആരാ? ഇസ്രായേലിന്റെ പ്രശ്നവും. ഇസ്രായേലും ഫലസ്തീനൊന്നും ഇപ്പൊ ഇല്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അവിടെ. അതൊക്കെ തീർന്നിരിക്കണ്. ഇപ്പൊ ഇസ്രായേലിനോട് അറബികൾക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ ഭയങ്കര ബന്ധാണ്. എല്ലാവരും അവരെ വെള്ളാനെയും വിശുദ്ധനായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അങ്ങനെ നല്ല പുണ്യാളനും മണവാളനുമായി ഇസ്രായേൽ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഇല്ല, അത് ഞങ്ങൾക്ക് മാറിയിട്ടില്ല. ഫലസ്തീൻ, ഹമാസ് ഒക്ടോബർ 7 സകലമറയും പൊളിച്ചു. ഇസ്രായേലിന്റെ സകലമറയും പൊളിച്ചു. എന്നിട്ട് അതിനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ ക്രൂരതയുടെ, അതിന്റെ കാപട്യങ്ങളുടെ, അതിന്റെ നയമില്ലായ്മയുടെ, അതിന്റെ അനാശാസ്യ അന്യായ പ്രവർത്തനങ്ങളുടെ നിലക്കാത്ത അടയാളങ്ങൾ കൊണ്ട് നബിനെ കുറിച്ച് നബിക്ക് കുറെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞല്ലോ. യുണൈറ്റഡ് നേഷൻ മുതൽ ഈ രാജ്യത്തെ മതങ്ങൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും മീഡിയക്കും ഒക്കെ ഇസ്രായേലിനെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഹമാസ് ചുരുട്ടിക്കൂട്ടി ഇങ്ങോട്ട് വെച്ചു. മൂന്നാമത്തത് ഇസ്രായേൽ നിങ്ങൾ അവസാനിപ്പിച്ചാലും ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല. യെരൂശലം, മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസ്, ഫലസ്തീൻ, നിങ്ങൾ ആര് പുസ്തകം അടച്ചു വെച്ചാലും ശരി ഹമാസ് നിർത്തി. ഒക്ടോബർ 7 അന്ന് തോറ്റിട്ടുണ്ട് ഇസ്രായേൽ. അന്ന് തോറ്റ മുതൽ ഈ നിമിഷം വരെ ഇസ്രായേൽ തോറ്റു നിൽക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അപകടകാരിയായ ഈ സംഘത്തെ, ഈ വിഭാഗത്തെ, ഈ ചെറിയ സംഘം ഹമാസ്. അതിന്റെ കാരണം നേരത്തെ പറഞ്ഞ് ഓൽക്ക് അല്ലുണ്ട്, ഓൽക്ക് ഖുർആനുണ്ട്, ഓൽക്ക് പ്രവാചകന്മാരുണ്ട്, ജീവിതത്തിൽ വിശുദ്ധിയുണ്ട്, മൂല്യങ്ങളുണ്ട്, കരാർ പാലനമുണ്ട്, തഖ്വയുണ്ട്, ഇഹ്സാനുണ്ട്, ബിർറുണ്ട്, ജിഹാദുണ്ട്. എങ്ങനെയാണ് ത്യാഗമെന്നുള്ളതും ത്യാഗത്തിന്റെ ആവിഷ്കാരങ്ങളും അവതരണങ്ങളും എങ്ങനെയാണെന്നും അതിനെ അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെയാണെന്നും ചെറിയ പിഞ്ചുകുട്ടികൾക്ക് പോലും ഗർഭം ധരിക്കുന്ന കുട്ടിയുടെ ഉമ്മയുടെ കയ്യിൽ ഖുർആൻ കൊടുത്ത് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അങ്ങനെ തുടങ്ങിയിട്ട് ഞങ്ങൾ അവസാന നിമിഷം വരെ ഇതിനെതിരെ എന്തൊരു സന്തോഷകരമായ അവസ്ഥകളിലൂടെയാണ് ഹമാസ് അതിന്റെ വിഷയങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഞാനങ്ങളൊക്കെ മനസ്സിലാക്കണം. ലോകത്ത് പല സംഘടനകളും അസ്തമിച്ചു പോയിട്ട്, LTT, ഖാലിസ്ഥാൻ, മാവോയിസ്റ്റ്, ഐറിഷ് അംഗങ്ങൾ, ലോകത്തെ ഭീകര സംഘടനകളൊക്കെ പണി നടത്തിയിട്ട് ഭരണകൂടത്തിന്റെയോ അല്ലെങ്കിൽ മറ്റു പലരുടേതോ. ഇപ്പൊ അറബ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടാണ് കുറെ സംഘടനകളൊക്കെ ഉണ്ടല്ലോ, അൽ ഖായിദ, ISIS എന്നൊക്കെ പറഞ്ഞിട്ട് പല ടൈപ്പ്. പക്ഷെ ഹമാസ് 38ലധികം വർഷമായി. ഇത് ഇന്ന് മുതലൊന്നുമല്ല, കഴിഞ്ഞ 200-200-ലധികം വർഷമായി. ഇസ്രായേൽ 48 പൊന്തിന്നുള്ളൂ മുകളിലേക്ക്. മുങ്ങിക്കപ്പലായിട്ട് പണ്ടേ ഉണ്ട് അടിയിലത്. അതിന്റെ വരെ മുങ്ങിക്കപ്പൽ എപ്പോഴും ഉള്ളിൽ കൂടെ നടക്കുക. ഒറിജിനൽ കപ്പൽ തന്നെ എപ്പോഴും 60% വെള്ളത്തിലായിരിക്കുന്ന, ബാക്കിയേ കാണുള്ളൂ. ഇസ്രായേൽ എപ്പോഴും അണ്ടർഗ്രൗണ്ടിലുണ്ടാവുക. 948 മൂപ്പര കപ്പൽ മേലെ കണ്ട് പൊന്തിയത്. അതിനെ പൊന്തിച്ചു കൊണ്ടുവന്നത് നമ്മുടെ ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസും. നമ്മുടെ ഇവിടുത്തെ 5 ജഡ്ജിമാരെ മാതിരി അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, റഷ്യ, ഈ യൂറോപ്യൻ തമ്മാടിത്ത രാജ്യങ്ങളാണ് ഈ അസുരവിത്തിന്. ഇതിനെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടേക്ക് അവർ തീരുമാനിച്ചിരുന്നത്. കോങ്കോ, അതുപോലെ തന്നെ ഉഗാണ്ട, അർജന്റീന, അല്ലെങ്കിൽ റുമേനിയ, അല്ലെങ്കിൽ റഷ്യ, സൈബീരിയ, അവിടെയൊക്കെ.
പക്ഷേ ക്യാപിറ്റലിസത്തിനും ഇമ്പീരിയലിസത്തിനും സിയോഡിസത്തിനും ഭയങ്കര ബുദ്ധിയുണ്ട്. അതുകൊണ്ട് അവർ തിരിച്ചറിഞ്ഞു. കോങ്കോയിലും അർജന്റീനയിലും ഒക്കെ പോയിട്ട് നമുക്ക് എന്ത് കാര്യമാണ്, ഇത് വെക്കാൻ പറ്റിയ സ്ഥലം എവിടെയാണ്? ഇവിടെയാണ്. കാരണം എന്താ? ഭൂമിശാസ്ത്രപരമായി, എക്കണോമിക്കലി, കൾച്ചറ്, മതപരമായി അങ്ങനെ തുടങ്ങിയിട്ട് വ്യാപാരി, വ്യവസായി, സൈനിക, സാമൂഹിക ലോകത്തിന്റെ ഏറ്റവും ട്രാഫിക് ജംഗ്ഷനാണ് ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ കൊണ്ടുപോയിട്ട് വെക്കാം. ആഫ്രിക്കയിലേക്കും ഏഷ്യയിലേക്കും അതുപോലെ തന്നെ യൂറോപ്പിലേക്കുമൊക്കെയുള്ള സഞ്ചാരത്തിന്റെ കവാടം. 29 കിലോമീറ്റർ വരുന്ന ബാബ് മന്തൂബിൽ വെച്ചിട്ട് തുർക്കി മറ്റേ ഹൂത്തികൾ കളിക്കുന്ന കളിയൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അമേരിക്ക ഇപ്പോൾ പത്രത്തില് BBC നമ്മുടെ മനോരമയൊക്കെ കൊടുക്കാണ്, ഹൂത്തികളുടെ മിസൈൽ അമേരിക്ക തകർത്തു. അത് കേട്ടാ ചോദിച്ചു, ഹൂത്തികളും അമേരിക്കനെക്കോളം വലുതാണ് ഹൂത്തികളത്. ഹൂത്തികളുടെ മിസൈൽ അമേരിക്ക 2 മിസൈലുകൾ തകർത്തു. നമ്മളെ പത്രക്കാർ വാർത്ത കൊടുക്കാണ്. അങ്ങനെ ഈ ഹൂത്തികൾ ആരാ? വളരെ ചെറിയൊരു സംഘം ആ പ്രദേശത്തിന്റെ. അതുകൊണ്ട് എക്കണോമിക്കലി, കൾച്ചറൽ എല്ലാം. പിന്നെ ദജ്ജാലും വരണല്ലോ, ഞാൻ അതിലേക്ക് പോകണമെന്നില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അവസാന നിമിഷം വരെ, അവസാനം ഖുർആനിൽ ഒരു ആയത്തും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കുക. ഈ സൂറത്ത് ഗൈറുൽ മഗ്ദൂബി അലൈഹിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ ഖുർആൻ എങ്ങനെയാണ് അവസാനിച്ചത്? ഖുൽ അഊദു ബിറബ്ബിന്നാസ്. ജനങ്ങൾ ഇസ്രായേലല്ല, ഹിന്ദുത്വമല്ല, അറബിത്വമല്ല, തൊഴിലാളി മുതലാളിയും ബ്രാഹ്മണനും ക്ഷത്രിയനൊന്നും അല്ല, സുന്നി മുജാഹിദും തബ്ലീഗും തരീഖത്തൊന്നും അല്ല, അമേരിക്കയും ഇറാഖിയും അറബികളും അല്ല, മനുഷ്യൻ. ഖുൽ അഊദു ബിറബ്ബിന്നാസ്. ആ 2 സൂറത്തിന് പോലെ അവതരണ പശ്ചാത്തലം ഉണ്ടെന്നാ. മഹാപ്രവാചകരെ സിഹ്ർ എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിന്റെ മായാജാല അല്ല, കണ്ടുകെട്ടി അരയി കെട്ടി അടക്കുന്ന പരിപാടിയൊന്നും അല്ല. ഭരണകൂടത്തിന് വേണ്ടി കള്ളക്കളികൾ നടത്തുന്ന VVPAT മെഷീന് മുതൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് അടക്കം നടത്തുന്ന അതിമാരകമായ പ്രവണതകൾ നടത്തുന്ന സംവിധാനത്തിനെയാണ്. അങ്ങനെ പ്രവാചകന് പൊതുജനത്തിന്റെ മുമ്പിൽ വഷളാക്കാൻ തീരുമാനിച്ച യഹൂദന്മാരുടെ സിഹ്റിനെ തോൽപ്പിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഖുർആൻ അവതരിപ്പിച്ചത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ജനങ്ങൾ, വംശമല്ല, വർഗമല്ല, സമുദായമല്ല, ജാതിയല്ല, മതമല്ല, ദേശീയതയല്ല, വംശീയതയല്ല, മനുഷ്യരുടെ ദൈവം. ആ മനുഷ്യർക്ക് വേണ്ടി ലോകത്തെ ഏറ്റവും വലിയ വംശീയ, വർഗീയ, സാമുദായിക, ജാതീയ സംഘമാണ് യഹൂദനും നമ്മുടെ ബ്രാഹ്മണനും. 3.8% വരുന്ന ബ്രാഹ്മണനാണ് ഇന്ത്യ ഭരിക്കണം. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, BJP, ജനാധിപത്യം, സെക്യുലറിസം, സോഷ്യലിസം എന്നൊക്കെ വെറുതെ രസത്തിന് പറയാ. 3000 കൊല്ലമായിട്ട് ഇന്ത്യയുടെ ആധിപത്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വിഭാഗ. ബുദ്ധനും ജൈനനും കുറച്ചോളം ഉറക്കം കെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഉറക്കം കെടുത്തിയത് ഇസ്ലാമാണ്. ബുദ്ധനും ജൈനനും അവർ നാട് കടത്തി, എല്ലാവരെയും കെട്ടിപ്പിടിച്ച് സ്വീകരിച്ച് നമ്മളൊക്കെ തന്നെ അറിയാതെ പറഞ്ഞു പോണ വർത്താന. എന്ത്? എല്ലാവരെയും ആലിംഗനം ചെയ്തു. ആര്? സംഘപരിവാരം ഇരുന്നിട്ട് പറയും എല്ലാവരെയും സ്വീകരിച്ചിട്ടുണ്ട്. എന്താ ഈ ബുദ്ധനും ജൈനനും നിങ്ങൾ ചെയ്തത്? ഇന്ത്യയിലെ ബുദ്ധമതം എവിടെ പോയി? ജൈനമതം എവിടെ പോയി? എങ്ങോ ഇപ്പൊ ഒരു അമിഷ ഉണ്ട്, ജൈനനാ, അതുകൊണ്ടാണ് അവർക്ക് കയറാതിരുന്നത്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലെ മൂപ്പർക്ക് സ്ഥാനമില്ല. പിന്നെ അവസാനം ഇങ്ങനെ പുറമ്പോക്കെന്ന് കയറി വന്ന മാതിരിയാ കയറി വന്നത്. അതിനൊക്കെ അടിസ്ഥാനങ്ങളുണ്ട്. കാരണം ജൈനനാണ്. ജൈനമതം എന്ന് പറഞ്ഞാൽ മൂക്കിൽ വല കെട്ടണം എന്നാ പറയുന്നത്. അറിയാതെ നമ്മൾ വലിക്കുമ്പോൾ ഈ ലൈറ്റുള്ള പ്രാണി മൂക്ക് കയറി ചത്താൽ അത് ഹിംസയാണ്. അത്രമാത്രം കാരുണ്യം പഠിപ്പിക്കുന്ന ആ അമിത്ഷയാണ് ആ ജൈനമതത്തെ, ബുദ്ധമതത്തെ ഇന്ത്യയിൽ നിന്ന് അതിന്റെ പ്രശ്നം ബ്രാഹ്മണിസത്തെ, സവർണ മേധാവിത്വത്തെ, അതിന്റെ ക്രൗര്യ, കാപട്യ, അക്രമങ്ങളെ ചോദ്യം ചെയ്തു. പിന്നെ ഇസ്ലാമിനെയും ഇങ്ങോട്ടിപ്പോൾ അവർ നിന്നിട്ട് കുറച്ച് ഉറക്കം കിട്ടിയ ബാക്കി 3000 കൊല്ലമായിട്ട് ലോകത്ത് ഒരു തകരാറും വരാത്തൊരു സംഘം ഉണ്ടെങ്കിൽ അതാണ് ബ്രാഹ്മണിസം. 130 കോടി മനുഷ്യരെ ഈ ബ്രാഹ്മണിസത്തിന്റെ വംശി. എന്താ ബ്രാഹ്മണന്റെ പ്രശ്നം? ലോക സമസ്ത സുഖിനോ ഭവന്ത്. നല്ല സുഖമായിട്ട് പോലും പറയും. അതിന്റെ മേലെ പറയണത് പശുവിനും ബ്രാഹ്മണനും സുഖമാകട്ടെ, എന്നാൽ ലോകത്തിന് മുഴുവൻ സുഖമാണെന്നാ. നമ്മളൊക്കെ പട്ടിണി കിടന്നാലും ശരി, പശുവും ബ്രാഹ്മണനും ഒന്നും പറ്റാൻ പാടില്ല. എന്നാ ലോക സമസ്ത സുഖിനോ ഭവന്തോ. കള്ളവചനങ്ങളാണത്. യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇഹി. വേദങ്ങളിൽ അട്ടിമറി നടത്തി, ബ്രാഹ്മണിസത്തിന് വേണ്ടി തിരുത്തിയെഴുത്തലുകൾ നടത്തി, മനുഷ്യനെ അടിമകളാക്കുന്നതിന് വേണ്ടി വേദങ്ങളെ അട്ടിമറിച്ച അപകടകരമായ എല്ലാ എല്ലാ നമ്പൂതിരിമാരും ബ്രാഹ്മണനും അങ്ങനെയാണെന്ന് എഴുതണ്ട. സീതാറാം യെച്ചൂരി ബ്രാഹ്മണനാണ്. EMS നമ്പൂതിരിപ്പാട് ബ്രാഹ്മണനാണ്. സജീവ് ഭട്ട് ബ്രാഹ്മണനാണ്. ജവഹർലാൽ നെഹ്റു ബ്രാഹ്മണനാണ്. പക്ഷേ ചിത്ഭാവൻ ബ്രാഹ്മണന്മാർ എന്ന് പറയുന്ന സംഘപരിവാരത്തിന്റെ ഗോൾവാൾക്കർ മുതൽ ഹെഡ്ഗാവർ മുതൽ നഡ്ഡയും ചഡ്ഡയും ഒക്കെ അടക്കമുള്ള സംഘപരിവാരത്തിന്റെ 98% നേതാക്കന്മാരും മഹാരാഷ്ട്രയിലെ ഈ അപകടകാരികളായ ബ്രാഹ്മണ വിഭാഗം, ആ വിഭാഗമാണ് ഇന്ത്യനെ നിയന്ത്രിക്കുന്നത്. എന്നതുപോലെ വളരെ 1% പോലും ഇല്ലാത്ത യഹൂദൻ, അവന്റെ ഒരു നെറ്റ്വർക്ക് ലോകത്തുടനീളം സമ്പത്ത് കൊണ്ടും ആയുധം കൊണ്ടും അക്കാലൂനലിൽ സുഹത്തി, മാലിന്യങ്ങൾ തിന്ന് തടിച്ച് ചീഴ്ത്ത് കുർത്ത്, സമ്മാഹുനലിൽ കദിവി, ചലയിടത്തും ചാരപ്രവർത്തനം കാട്ടുകേട്ട് നടത്തി, ഫസാദ, ഭൂമിയിൽ മുഴുവൻ നശീകരണം നടത്തുന്നതിന് വേണ്ടി ഓടി നടക്കുന്ന യഹൂദനെതിരെ, എല്ലാ യഹൂദന്മാരെ കുറിച്ചല്ലോ, കെട്ട യഹൂദനുണ്ട്, നല്ല യഹൂദനുണ്ട്. പക്ഷെ എന്നാലും അടിസ്ഥാനപരമായി യഹൂദനം വിശ്വസിക്കണം എന്താണെന്ന് അറിയുന്നത്? ഈ ബ്രാഹ്മണന്മാരെ മാതിരിയാ.
ലൈസ അലൈനാ ഫിൽ ഉമ്മയ്യീന സബീൽ. നരേന്ദ്രമോദി മോശമാണ്, അറബികൾ മോശമാണ്, ബൈഡൻ മോശമാണ്, യൂറോപ്പ് മോശമാണ്, ചൈന മോശമാണ്, പിന്നെ ആരാ? ഞങ്ങൾ മാത്രമാണ് വിശുദ്ധന്മാർ, ഞങ്ങൾ മാത്രമാണ് സ്വർഗാവകാശികൾ. ലൈസ അലൈനാ ഫിൽ ഉമ്മയ്യീന ലൻ തമസ്സന നാർ ഇല്ലാ അയ്യാമൻ മഅദൂദ. ഞങ്ങൾ നരകത്തിലൊന്നും പോവില്ല. നരകത്തിൽ പോയാൽ തന്നെ 2 ദിവസം ഇട്ടിട്ട് അല്ലാഹ് ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ഈ വാദങ്ങളൊക്കെ ഖുർആൻ പൊളിച്ചിട്ടുണ്ട്. വഖാലത്തുൽ യഹൂദ ലൈസത്തുൻ നസാറ അലാ ഷൈഇൻ വഖാലത്തുൻ നസാറ ലൈസത്തുൽ യഹൂദ അലാ ഷൈഇൻ. യഹൂദന്മാരെ പറയും ക്രിസ്ത്യാനികൾക്ക് അടിസ്ഥാനമൊന്നുമില്ലാന്ന്, ക്രിസ്ത്യാനികളെ പറയും യഹൂദന്മാർക്ക് അടിസ്ഥാനമല്ലാന്ന്. പക്ഷെ അല്ലാഹ് പറഞ്ഞ ബലാമൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്. നിങ്ങൾ യഹൂദനും ക്രിസ്ത്യാനിയായിട്ടൊന്നും ചമഞ്ഞുകൊണ്ട് ഒരു കാര്യം കിട്ടാൻ പോണില്ല. ബലാമൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്. ജീവിതം ദൈവത്തിന് സമർപ്പിക്കണം, അപ്പോഴാണ് അല്ലാഹു സ്വീകരിക്കുക. ലൈസ ബി അമാനിയിക്കും വലാ ബി അമാനി അഹ്ലിൽ കിതാബ്. നിങ്ങൾ മുസ്ലിങ്ങളോ യഹൂദന്മാരോ ക്രിസ്ത്യാനികളോ വിചാരിക്കുന്ന വ്യാമോഹങ്ങളല്ല അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളത്, മറിച്ച് നിലപാടുകളും സമീപനങ്ങളും നടപടിക്രമങ്ങളും. ഞാൻ പറയുന്നത് ഈ വംശീയ വർഗീയ സാമുദായിക ജാതീയ പ്രസ്ഥാനത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ പരീക്ഷണങ്ങളിലേക്ക് വിട്ടുകൊടുക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹമാസ് കാലാകാലം ഉണ്ടാവും, ദജ്ജാൽ വരുന്നവരെ ഹമാസ് ഉണ്ടാവും, നിങ്ങളൊരു പേടിയും പേടിക്കണ്ട. പക്ഷേ ചിലപ്പോൾ ഇസ്രായേൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇസ്രായേൽ ഇപ്പോൾ ഇന്ത്യൻ്റെ പുറത്തൊക്കെ കയറി വേറെ എവിടെയെങ്കിലും ചിലപ്പോൾ ഇന്ത്യയിലേക്കായിരിക്കും മൊത്തം കൂടി കിട്ടി വരാൻ പോണഞ്ഞ്. കാരണം യൂറോപ്പിലേക്ക് അമേരിക്കയിലേക്കൊന്നും പോകില്ല, കാരണം അവിടെ ഒന്നും വലിയ സ്വീകാര്യത കിട്ടില്ല. കാരണം അവരെന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഇസ്ലാമിക ലോകത്താണ് ഏറ്റവും മനോഹരമായിട്ട് അവർ ജീവിച്ചത്, പിന്നെ ഇന്ത്യയിൽ മാത്രമാണ്. ബാക്കി എല്ലായിടത്തും അവർ ഇനി മുസ്ലിം ലോകത്തേക്ക് അവർക്ക് വല്ലാതെ കയറി ചെല്ലാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാം കൂടി ഇങ്ങോട്ട് വരും. അമേരിക്കയിലെ യഹൂദന്മാരുടെ പ്രകടനത്തിലൊക്കെ ഉണ്ടെന്നാ ഇസ്രായേലിനെതിരായ പ്രകടനത്തിൽ ചിലപ്പോൾ ആത്മാർത്ഥത ഉണ്ടാകാം, ചിലപ്പോൾ തന്ത്രത്തിന്റെ ഭാഗമാകാം. കാരണം ലോകത്തെ ഞങ്ങൾ പ്രതിസന്ധികളിലേക്ക് എടുത്ത് പ്രയാണപ്പെടാതിരിക്കണമെങ്കിൽ ഞങ്ങളുടെ ഇങ്ങനത്തെ ഒരു മുഖം പോട്ടെ, നല്ല നിലക്ക് തന്നെ യഹൂദന്മാരടക്കം പ്രകടനത്തിലുണ്ട്. ആ യഹൂദൻ എത്ര കാലം നിലനിൽക്കുമോ? മസ്ജിദുൽ അഖ്സ ഇലൽ മസ്ജിദിൽ അഖ്സ. എല്ലാ പ്രശ്നങ്ങളുടെയും നാരായ പേരാണ് യഹൂദൻ. ആഗോളവൽക്കരണം, IMF, ADB, സ്വകാര്യവൽക്കരണം, അതുപോലെ തന്നെ സയണിസം, ഫാസിസം, സിയോണിസം, ഇമ്പീരിയലിസം, എല്ലാറ്റിൻ്റെയും മസ്ജിദുൽ അഖ്സ അങ്ങേയറ്റത്ത്. മസ്ജിദുൽ ഹറാമിന്റെ മൂല്യങ്ങളെ തകർക്കുന്നതിന് നേതൃത്വം നൽകുന്ന ഈ സംഘം, അതുകൊണ്ട് മസ്ജിദുൽ അഖ്സ എന്ന് വിമോചിക്കപ്പെടുന്നോ അത് ലോകത്തിന്റെ വിമോചനമായിരിക്കും, മനുഷ്യരുടെ വിമോചനമായിരിക്കും, പ്രവാചകന്മാരുടെയും ദൈവിക ദർശനങ്ങളുടെയും മൂല്യപരമായ ഒരവസ്ഥയിലേക്ക് വളരുന്നതിന്റെ തുടക്കമായിരിക്കും. അതുകൊണ്ട് അവസാന നിമിഷം വരെ ഇസ്രായേൽ അവസാനിച്ച് മസ്ജിദുൽ അഖ്സ സ്വതന്ത്രമാകുന്നത് വരെ ഹമാസ് നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഞങ്ങളെ കൊന്നാല് ഞങ്ങൾ മരമായിട്ട് വളർന്നു വരും, ഞങ്ങൾ വിത്തായിട്ട് മുളച്ചു വരും, ഞങ്ങൾ മരിച്ചു നിങ്ങൾ വിചാരിക്കേണ്ട, ഞങ്ങൾ നിങ്ങളാണ് മരിച്ചത്. ഇസ്രായേലിന്റെ കഫംപുടവയിൽ മയ്യത്തായിട്ട് കടന്നുകൊടുത്ത് മതങ്ങളും രാഷ്ട്രങ്ങളും അധികാരങ്ങളും ഘടനകളും സമ്പത്തും ഒക്കെ അവർക്ക് കഫൻ ചെയ്യാനുള്ള മയ്യത്തായി കുട്ടികളടക്കമുള്ള കാൽപ്പനികമായിട്ട് ഫലസ്തീനികൾ പാടുന്നുണ്ട്, ഗസക്കാർ. ഞങ്ങൾ മരിച്ചിട്ടില്ല, മരിച്ചത് ബൈഡനാണ്, മരിച്ചത് മോഡിയാണ്, മരിച്ചത് മുഹമ്മദ് ബിൻ സൽമാനാണ്, ഫത്താഹ് സീസിയാണ്. മതങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളും ഉദ്യോഗസ്ഥന്മാരും ഡിപ്ലോമസിയും ഒക്കെയാണ് ചത്തുമലച്ചത്. ജീവനോട് ജീവിച്ചിരിക്കെ തന്നെ മയ്യത്തുകളായി തീർന്ന ഞങ്ങൾ ഞങ്ങൾ ജീവിക്കുകയാണ്. ഞങ്ങൾ അല്ലാന്റെ അടുത്ത് ഒരൊറ്റ കഥയും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. റസൂൽ തിരുമേനിന്റെ അടുത്ത് ഈ ഉഹദ് യുദ്ധത്തില് ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ രക്തസാക്ഷിയായി അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു മയ്യത്തൊക്കെ തെരഞ്ഞിട്ട് പരക്കം പോയാണ്. അതില് ജാബിർ കണ്ടു വാപ്പാന്റെ മയ്യത്ത്, നേരത്തെ പറഞ്ഞ ഗസയിലെ മയ്യത്ത് പോലെ ആകെ പൊട്ടി പൊളിഞ്ഞ് ചെതറി തെറിച്ച് അങ്ങനെ ഒരു വെട്ടി കീറിയിട്ടുണ്ട് ജാബിർ ഇബ്നു അബ്ദുല്ലാന്റെ വാപ്പാനെ. മയ്യത്ത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റണില്ല. നബി തിരുമേനി ഇറങ്ങി വരുന്നുണ്ട്, നബിന്റെ അടുത്ത് വന്നു. നബി മയ്യത്ത് നോക്കി, അപ്പോൾ ജാബിർ കരച്ചിൽ തുടങ്ങി, നബി ഇതിന്റെ വാപ്പയാണ്, നിങ്ങൾ കണ്ടില്ലേ അള്ളാഹിന്റെ റസൂല് നിങ്ങൾ ചെയ്തതിന്റെ വാപ്പാനോട് വരെ. അപ്പോൾ റസൂല് പറയുന്നുണ്ട്, ജാബിറെ എൻ്റെ വാപ്പാനപ്പോൾ അല്ല വിളിച്ചു, അല്ല റസൂലാണല്ലോ, കമ്മ്യൂണിക്കേഷനിൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ അള്ളാന്റെ അടുത്ത് വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അല്ലാഹുവിന്റെ മാർഗത്തിലെ രക്തസാക്ഷികളായവർ മരിച്ചു എന്ന് നിങ്ങൾ പറയരുത്. ഇത് രസം പറഞ്ഞൊന്നല്ല ഖുർആൻ. ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവരിപ്പം ജീവിക്കുകയാണ് അവിടെ. ഷഹീദ് ഹസനുൽ ബന്ന, സയ്യിദ് ഖുത്ബ്, അഹമ്മദ് യാസീൻ, ഈസാ യാക്കൂബ് നബി, യഹ്യാ നബി, സക്കരിയ നബി, അനവധി പ്രവാചകന്മാർ, രക്തസാക്ഷികൾ, വിപ്ലവകാരികൾ, വിമോചകന്മാർ, അവരൊക്കെ ജീവിക്കുക. എന്നിട്ട് അബ്ദുള്ള അവിടെ ഉണ്ട് സ്വർഗത്തിൽ അള്ളാന്റെ അടുത്ത്. എന്നിട്ട് അല്ല വന്നു, അല്ല വിളിച്ചു അബ്ദുള്ളയെ. അബ്ദുള്ള എനിക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിനോട്. അപ്പൊ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവേ ഒരൊറ്റ ഇവിടെ എന്തെങ്കിലും കുറവുണ്ടോ? ഒരു കുറവുമില്ല, ഫുൾ എല്ലാം തികഞ്ഞ സലാം സലാം, എല്ലായിടത്തും സമാധാനം, മക്തൂവത്തും വല മംനുഅ, തടയപ്പെടാത്ത ചെറുക്കപ്പെടാത്ത അവസാനിക്കാത്ത അനുഗ്രഹങ്ങൾ ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെന്താ ഇനി എന്താ എനിക്ക് വേണ്ടത്? അള്ളാഹു ഒരാഗ്രഹമുണ്ട്,
അതെന്താ? എനിക്കൊന്നും കൂടി ജനിച്ച് ഭൂമിക്ക് തന്നെ പോകണം, ഉഹുദിലെത്തണം, മദീനയിലെത്തണം, എന്നിട്ട് അടുത്ത യുദ്ധത്തിൽ ശത്രുക്കൾ എന്നെ കൊല്ലണം, ഞാൻ രക്തസാക്ഷിയായി വീണ്ടും ഇവിടെ വരണം, 100 വട്ടം ജനിക്കണം, 100 വട്ടം മരിക്കണം, 1000 വട്ടം രക്തസാക്ഷിയാവണം. രക്തസാക്ഷികൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് അള്ളാഹു നൽകിയതിന്റെ സന്തോഷങ്ങളിൽ നിറഞ്ഞ് കവിഞ്ഞ് തിമിർക്കുകയാണവർ. ഇനി വരാനിരിക്കുന്നവരെ കുറിച്ചുള്ള സന്തോഷ വാർത്തയും. ഇപ്പോ അറൂരി അങ്ങോട്ട് ചെന്നിട്ടുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഹമാസിന്റെ കമാൻഡർ. അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞു യഹിയാ സിൻവാർ വരൂട്ടാ. അപ്പൊ മൂപ്പർക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. കാരണം യഹിയാ സിൻവാർ ഇതിപ്പോ കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ. യഹിയാ സിൻവാർ ഇവിടെ ഇരുന്നിട്ട് ഇസ്രായേലിനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി യഹിയാ സിൻവാർ വരും. അതിന്റെ വേക്കല് ഹസനുൽ ബന്ന ചെന്നപ്പോ അല്ലാഹ് പറയും ഇനി സയ്യിദ് ഖുതുബ് വരുവാണ്. അതിന്റെ കൂടെ അഹമ്മദ് യാസീൻ വരാനുണ്ട്. നമുക്ക് എന്തൊരു സന്തോഷമായിരിക്കും. നമുക്ക് കാണാൻ കഴിയാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വരാനിരിക്കുന്ന രക്തസാക്ഷികളെ കുറിച്ചുള്ള സന്തോഷ വാർത്തകളിൽ മതിമറക്കുന്ന അതിസുന്ദരമായ ലോകത്ത്. അതുകൊണ്ട് ഹമാസ്, ഫലസ്തീൻ, ഗസ, കുട്ടികൾ, സ്ത്രീകൾ നഷ്ടപ്പെട്ടവരല്ല. അവർ സ്വർഗത്തിൽ, രക്തസാക്ഷികൾ സ്വർഗത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലോകത്ത് മുഴുവൻ എല്ലാ മനുഷ്യർക്കും മനുഷ്യാവകാശത്തിന്റെ, നീതിയുടെ, സത്യത്തിന്റെ, രാജ്യത്തിന്റെ, ദേശത്തിന്റെ, രാജ്യസ്നേഹത്തിന്റെ, ദൈവികതയുടെ, പ്രവാചകത്വത്തിന്റെ, വേദഗ്രന്ഥങ്ങളുടെ, സത്യത്തിന്റെയും നീതിയുടെയും ഒക്കെ നിലനിൽപ്പിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും സംഘമുണ്ടെങ്കിൽ, ഇതെല്ലാം ചേർന്ന സംഘമുണ്ടെങ്കിൽ അതാണ് ഹമാസ്. ചരിത്രത്തിൽ അവർ അടയാളപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ലോകത്തിന്റെ കിബിലയായി ഹമാസ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അലാമാത്തും ഷിആറും ഐക്കണുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം. അല്ലാഹു അവരെ അഭിനന്ദിക്കുന്നു, സല്യൂട്ട് ചെയ്യുന്നു. ലോകം മുഴുവൻ അവരെ വാരിപ്പിടിക്കുന്നു, കോരിപ്പിടിക്കുന്നു. അത്രയും സന്തോഷകരമായ, എന്നാൽ ത്യാഗങ്ങളുടെയും സമ്മർദ്ദങ്ങളുടെയും സംഘർഷങ്ങളുടെയും വർത്തമാനകാലത്ത് അഭിമാനകരമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സംഘത്തോടൊപ്പം നമ്മൾ, ബാക്കി നേരത്തെ അവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ രാജ്യത്തും സംഘപരിവാറിനൊന്നും ഒരു പേടിയും പേടിക്കണ്ട. കാരണം ഈ ചെറിയ ഹമാസ് ഓല ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരടിസ്ഥാനമില്ലാത്ത സംഘപരിവാറിന് 30 കോടി വരുന്ന മുസ്ലിമീങ്ങൾ ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയിലെ 130 കോടി മനുഷ്യർക്ക് വേണ്ടി ചെറുത്തു നിൽക്കാൻ, ഇന്ത്യയുടെ സംരക്ഷണത്തിന്, ഇന്ത്യയിലെ മനുഷ്യർക്ക് വേണ്ടി, നമ്മളുടെ നാടിനെ സംരക്ഷിക്കാനും വീണ്ടെടുക്കാനുമുള്ള ഹമാസിനെ പോലെ ഈ നാടിനെ നാടായി നിലനിർത്താൻ ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്കും ഇന്ത്യയിലെ പൊതുസമൂഹത്തിനും ഏറ്റവും മാതൃകാപരമായ ദൗത്യം നൽകുന്ന, സംഘമായി വികസിക്കാനും വളരാനുമൊക്കെ പ്രോത്സാഹനം നൽകുന്ന പാഠങ്ങളായി ഫലസ്തീനും ഹമാസും ഗസയും ഒക്കെ മാറട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇത്രയും സമയം എന്നെ കേട്ട നിങ്ങൾക്കെല്ലാം ജമാഅത്തെ ഇസ്ലാമിയുടെയും അതിന്റെ പോഷക സംവിധാനങ്ങളുടെയും ഹൃദയവും സ്നേഹോഷ്മളവും ഉച്ചരവുമായ അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വസല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.